പറഞ്ഞപ്പോ ഞാന് വളരെ പഴയ കാലങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു പോവായിരുന്നു. ഞങ്ങള് എയർഫോഴ്സിലേക്ക് പോകുന്ന ആ ഒരു പ്രായം എന്ന് പറഞ്ഞാല് വളരെ ചെറിയ പ്രായമാണ്. 19 വയസ്സ്. 19 വയസ്സിൽ, അതായത് ലോകം കണ്ടു തുടങ്ങാത്ത ഒരു കാലം. നമുക്ക് അറിയില്ല, ഭാഷ അറിയില്ല. ആകെ കേരളം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്താണ് നമ്മള് ഈ കേരളം വിട്ടു പോകുന്നത്. അങ്ങനെ എന്താണ് ജോലി, എന്താ തൊഴില്, എങ്ങനെയാണ് നമ്മുടെ ജീവിതം ഉണ്ടാവുക എന്നൊന്നും അറിയാത്ത ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങളൊരു 11 പേരെ ഏതാണ്ട്, പിന്നീടാണ് മനസ്സിലായത് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ മാത്രം നമ്മളെ എറണാകുളത്തേക്ക് വിളിച്ചു. എറണാകുളത്ത് വെച്ചിട്ട് സെക്കൻഡ് റൗണ്ട് ഓഫ് റിട്ടേൺ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ കുറെ ആയിരക്കണക്കിന് ആളുകൾ എഴുതിയിരുന്നു. പിന്നീട് വളരെ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേര്, ഏതാണ്ട് ഒരു 150 ആളുകളെ മാത്രമാണ് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂവിന് വിളിച്ചത്. അതില് ബാബു സാർ ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷെ ബാബു സാറിനെ അന്ന് അറിയില്ല. പിന്നീട് അതിനകത്തുനിന്ന് 11 പേരെയാണ് ഞങ്ങളെ സെലക്ട് ചെയ്ത് ബാംഗ്ലൂരിലേക്ക് ട്രെയിനിങ്ങിന് അയക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 11 പേര്, അതിൽ ഒരാൾ ഞാന്, ബാബുജി. അന്ന് തൊട്ട് ഏതാണ്ട് ബാബുജി നേരത്തെ പറഞ്ഞ പോലെ ഒരു 40 വർഷത്തെ പരിചയമാണ് ഞങ്ങൾ തമ്മിൽ. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ച് വീണ്ടും കണ്ടപ്പോൾ നമുക്ക് ഇതൊക്കെ വീണ്ടും ഓർമ്മിക്കാനും ഓർമ്മ പുതുക്കാനും ഒക്കെ സൗകര്യം. ഇന്ന് ബാബുജി പറയുമ്പോൾ വീണ്ടും ഞാൻ ആ പഴയ എയർഫോഴ്സ് കാലങ്ങളൊക്കെ ഒന്ന് ഓർത്തുപോയി. അപ്പൊ എനിവേ, നമ്മൾ എയർഫോഴ്സിൽ ചെയ്ത ഒരു പണിയും ഇന്ന് RCMൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയ പ്രത്യേകത. RCMൽ ഞങ്ങൾ നട്ടും ബോൾട്ടും കുറെ ടെസ്റ്റ് എക്യുപ്മെന്റ്സും പ്ലെയറും സ്ക്രൂ ഡ്രൈവറും ഒക്കെ ആയിട്ടുള്ള ജീവിതമായിരുന്നു. കുടുംബം വീട്ടില്, ഞങ്ങൾ പണിസ്ഥലത്ത്. അല്ലെ ബാബു സാർ? അങ്ങനെയല്ലേ നമ്മളെയൊക്കെ ജീവിതം? നമ്മുടെ എയർഫോഴ്സിന്റെ ഉള്ളിലേക്കൊന്നും കുടുംബങ്ങൾക്ക് എൻട്രി പോലും ഇല്ല. അത് വലിയ, അല്ലെ ബാബുജി? അങ്ങനെയല്ല? കുടുംബങ്ങൾക്ക് ഒരു പ്രാധാന്യവും ജോലി സ്ഥലങ്ങളിലില്ല. ഓഫ്കോഴ്സ് അവർക്ക് അവരുടേതായിട്ടുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഫാമിലി എന്ന നിലയ്ക്ക് കൊടുക്കുന്നല്ലാതെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലൊന്നും കുടുംബത്തിന് അങ്ങനെയല്ലായിരുന്നോ? എക്സാക്ട്ലി. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞ ഇപ്പൊ RCMൽ വന്നതിന് ശേഷം കുടുംബത്തിന് എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് നമുക്ക് RCM കിട്ടുന്നത്? ബാബുജി പറഞ്ഞ ഒരു കാര്യം, എനിക്ക് എന്ത് കണ്ടിട്ടാണ് ഇദ്ദേഹം ഇത് തുടങ്ങിയതെന്ന് ഞാനും ഭയങ്കര അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാര്യം ഒരു പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നുമില്ലാത്തൊരു സമയത്താണ് ഈ RCMലേക്ക് ഞങ്ങൾ വന്നത്. അപ്പൊ ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്ന പോലെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗം കണ്ടിട്ടായിരിക്കും നമ്മളൊക്കെ ഇങ്ങനെ ഒരു ആളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര അഭിമാനം ഉണ്ടായിരുന്നു എനിക്ക്. ഡിഫൻസിലുള്ള ഒരാൾ, എയർഫോഴ്സിലുള്ള ഒരാൾ നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, ഒട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു തലത്തിലേക്കുള്ള ഒരു VRS എടുക്കുന്നു, ഒരു 10-20 പ്രോഡക്റ്റുമായിട്ട് ഓടുന്നു. അപ്പം ശരിക്കും ബാബുജി പറഞ്ഞൊരു കാര്യം പിന്നീട് ഒന്നും കൂടി പറയാൻ ഉദ്ദേശിക്കുക, എന്ത് കണ്ടിട്ടാണ് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നത് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പല ചേഞ്ചസും നമ്മൾ 10-20 വർഷത്തെ ഒരു RCMന്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മള് എല്ലാ അപ്സും ഡൗൺസും എല്ലാം കണ്ടിട്ട് നിൽക്കുന്ന ഒരു നിലയിലായിരുന്നു. പക്ഷെ എനിക്കൊക്കെ ഒരു മനസ്സിലായ ഒരു കാര്യം, RCM ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് എന്ന് പറയാനുള്ള, അതായത് ഉറപ്പിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇന്നും നമ്മളുടെ കൂടെ അന്ന് 10-20 വർഷം മുന്നേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇന്നും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതും വളരെ എന്താ പറയാ, സക്സസ്ഫുൾ ആയിട്ട് വലിയ നമ്മളെക്കാളും മുന്നേറി പോയിട്ട് ഞങ്ങളുടെ മുന്നിൽ എത്തിയിട്ട് നിൽക്കുന്ന എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരല്ലേ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ RCM ഒരു ബ്ലസ്ഡ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ കുടുംബത്തിന്റെ ഉള്ളില് പല എന്താ പറയാ വ്യത്യാസങ്ങളും കൊണ്ടുവരും നമ്മുടെ ഈ ഒരു RCM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. അത് ഇപ്പോ ഇപ്പം നമ്മുടെ കയ്യിലിരിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് സംഭവിച്ചു എന്ന് വരാം ജീവിതത്തിലാണെങ്കിൽ. അത് നമ്മുടെ കയ്യിലിരിക്കാത്ത പല കാര്യങ്ങൾ. പക്ഷെ നമ്മളുടെ ഈ ചുറ്റുവട്ടം, ഇപ്പൊ എനിക്കൊക്കെ പല അനുഭവങ്ങളിലൂടെ വന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്റെ ഈ ചുറ്റുവട്ടം ഈ ഒരു സിസ്റ്റം കൊണ്ടുണ്ടായ ഒരു വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിലും, അതായത് എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും മോനാണെങ്കിലും ഒക്കെ RCM ചെയ്യുന്നതുകൊണ്ട് അവര് ഹാപ്പിയാണ് ആ കാര്യത്തിൽ. അവർക്ക് കിട്ടുന്ന റെസ്പെക്ട്, അവര് എന്താ പറയാ ഈ ഒരു പ്രസ്ഥാനത്തിനെ പറ്റി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹാപ്പിനെസ് വീട്ടിനുള്ളിലുണ്ട്. അപ്പം എത്ര നമ്മള്
എന്താ പറയാ നെഗറ്റീവ് ആയിരുന്നാലും, എത്ര വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബായിരിക്കും. അപ്പം നമ്മുടെ ഉള്ളിൽ ഇനിയിപ്പോ കുഞ്ഞായിട്ട് ഒരു നെഗറ്റിവിറ്റി വന്നാൽ പോലും അത് അതിലങ്ങ് ഇല്ലാണ്ടാവുന്ന ഒരു സ്ഥിതി. അതിപ്പോ ഒരു 5 വർഷം ഒരു RCM കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന് ചെയ്യുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡറിന്റെ വീട്ടിൽ ചെന്ന് കയറുമ്പോഴുള്ള ഒരു അവസ്ഥ ഏകദേശം എല്ലാവരും ഒരേപോലെ ആയിരിക്കും. അത് നമുക്ക് ഒരു പുതിയ ഒരാൾ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റും. അപ്പം അതേപോലെയാണ് ഞങ്ങളുടെ ഇപ്പം പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഞാൻ നെഗറ്റീവ് ആയിരുന്ന ഒരാൾ തന്നെയാണ് തുടക്കത്തിൽ. പക്ഷെ പല വ്യത്യാസം കൊണ്ട് ജീവിതത്തിൽ ഉണ്ടായ പല അനുഭവമുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസം കൊണ്ട് തന്നെ എന്താ പറയാ, നമുക്ക് ഉറപ്പിക്കാം നമ്മളുടെ ഏതൊരു ഡ്രീമും RCMൽ വന്നാൽ സാധിക്കുമെന്ന്. അപ്പൊ അപ്പൊ ആ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ജീവിതം എത്ര പോയാലും നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും. അതൊരു ഭയങ്കര ഒരു ലെവലാണ്. അതെല്ലാരും അതിൽ വന്നാലേ നമുക്ക് അതിനൊരു എന്താ പറയാ ഒരു ഹാപ്പിനെസ് മനസ്സിലാവുള്ളൂ, ആ ഒരു സന്തോഷം. അതേപോലെ തന്നെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് നമ്മളുടെ വീട്ടിൽ. ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ ഏറ്റവും അഭിമാനിക്കാം നമുക്ക്, നെക്സ്റ്റ് ജനറേഷൻ ഇതിൽ വന്ന് ഏറ്റെടുത്തിരിക്കുക കുട്ടികൾ. അപ്പൊ സ്റ്റേജിലൊക്കെ കുട്ടികൾ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ നമ്മളെക്കാളും വേറൊരു തലത്തിൽ ചിന്തിച്ചിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതൊക്കെ കാണുമ്പോൾ വളരെ നമ്മൾ TCGന്റെ വിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഇടയ്ക്ക് തോന്നാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ TCG 7 generations എന്നോ പറഞ്ഞിരുന്നതാണ്. അപ്പൊ നമ്മളൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ലേ 7 generation പോയിട്ട് ഒരു അടുത്ത ജനറേഷൻ ഇത് ഏറ്റെടുക്കുമോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. നമുക്കൊക്കെ ഒരു സംശയത്തോടു കൂടി വീക്ഷിച്ച ആൾക്കാരാണ്. പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾ ഏറ്റെടുക്കുമ്പോൾ നമ്മളെക്കാൾ അപ്പുറത്ത് ചിന്തിച്ചിട്ടുകൊണ്ടാണ് അവര് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അന്ന് ഒരൊറ്റ പാൻ പീസിൽ തുടങ്ങുന്ന കാലത്ത് നമ്മളെ പ്ലാനില് ഡയമണ്ട് എന്ന് പറഞ്ഞ ഒരു പിന്നുണ്ട്. അത്രയും ലക്ഷങ്ങൾ 2 സൈഡിലും ഉള്ള ഒരു പ്ലാന് അന്ന് ആ ഒരു ഡയമണ്ടിന്റെ പ്ലാൻ TCG ആ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, പ്ലാൻ ബുക്കിൽ. 25 കോടി 25 കോടി ഒരു പാൻ പീസ് പിന്നെ ആയിരിക്കുന്ന സമയത്ത് അത്രയും ഒരു വിഷൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചു എന്ന് വെച്ചാല് എന്തായിരിക്കണം അദ്ദേഹത്തിന്റെ ഒരു വിഷൻ എന്നുള്ളതാണ്. ഇന്നിപ്പോ 4500 പ്രോഡക്റ്റ് ഉണ്ടായിട്ട് പോലും ഒരു 5000 പ്രോഡക്റ്റിന് എടുത്തിട്ട് പോലും നമ്മളൊക്കെ ഒന്ന് സംശയിച്ച് നിൽക്കുക, ഡയമണ്ട് പിന്നൊന്നും. അപ്പം ആ ഒരു വിഷൻ ഉണ്ടല്ലോ, അത് ഇന്ന് അടുത്ത ജനറേഷൻ ഏറ്റെടുത്തു. അപ്പം എനിക്കൊക്കെ ഒരു ഇത് ഞങ്ങളുടെയൊക്കെ മോൻ ഗൺശ്യാം ഇത് ഏറ്റെടുത്തു നടത്തും ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ അത് എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ള ഒരു വലിയൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ അവരെങ്ങനെയായിരിക്കും ഇത് ഏറ്റെടുക്കുക. പക്ഷെ വളരെ സന്തോഷം, ഓരോരോ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞ ഒരു 75% RCMനെ കുറിച്ചായിരിക്കും. അതുകൊണ്ട് എന്താ വെച്ചാൽ അടി ഉണ്ടാക്കാനുള്ള സമയമല്ല വീട്ടിലെ ഒരു കാര്യം പറഞ്ഞാൽ. ആദ്യം എന്നുണ്ടെങ്കിൽ ഒരടി ഉണ്ടാക്കിയാൽ അതിന്റെ അടുത്തത് എന്ത് പറയണം, അതിന്റെ അടുത്തത് എന്ത് പറയണം, ഒന്നിനൊരു 10 പറയാന്നുള്ളതുമായിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നിപ്പോ നമ്മളൊരു 10 പറയാന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്നാലും ഒരു മൂർത്തി സാറിന്റെ ഒരു കോള് മതി എല്ലാം അവിടെ പോവാൻ. പിന്നെ ഇദ്ദേഹത്തിനൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അടി ഉണ്ടാക്കാനുള്ള പഞ്ചും പോകും. അതാണ് നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടും കുറെ നമുക്ക് നമ്മളുടെ പേഴ്സണാലിറ്റിയിലും നമ്മളെ ചിന്തയിലും ഒക്കെ വ്യത്യാസം വരും. RCM എന്ന് പറഞ്ഞൊരു സിസ്റ്റം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വെളിച്ചം വന്നു എന്ന് പറയുന്നതിന് വലിയൊരു ഉദാഹരണം എന്താ വെച്ചാൽ, എല്ലാം കൊണ്ടും ഒരു ശാന്തി, എല്ലാം കൊണ്ടും ഒരു സമാധാനം, അതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് മാത്രം കിട്ടിയാൽ പോരാ, അത് മറ്റുള്ളവർക്കും കൂടി നമുക്ക് കൊടുക്കാനുള്ള ഈശ്വരൻ തന്നത് എന്തും നമ്മളെ കയ്യിൽ വെക്കാനുള്ളതാണ്, നമുക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഇതും നമ്മുടെ വീട്ടിൽ ഈശ്വരൻ എത്തിച്ചതാണ്. ഇത് എത്ര അടുത്ത് എത്തിക്കാൻ പറ്റും, അതായത് ഏറ്റവും കഴിവുള്ള ആൾക്കാരുടെ അടുത്തേ ഉള്ളൂ ഭഗവാൻ ഒന്ന് കാര്യം കൊടുക്കുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം എത്ര പെട്ടെന്ന് മറ്റുള്ളവരുടെ അടുത്ത് എത്തിക്കണം എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഓരോ മിനിറ്റിൻ്റെതും ഇമ്പോർട്ടൻസ്. ആ ഓരോ മിനിറ്റും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം നമ്മളുടെ. അപ്പൊ നമ്മളുടെ ഒരു ലൈഫ് സ്പാൻ എത്ര എന്നുള്ളതുണ്ട്, അത് നമ്മുടെ കയ്യിലുള്ള കാര്യമില്ല. ആ ഒരു ലൈഫ് സ്പാനിന്റെ ഉള്ളിൽ എവിടെ എത്തിക്കണം അതായിരിക്കണം നമ്മളുടെ ടാർഗറ്റ്. ഏതായാലും നമ്മളുടെ അടുത്ത് എത്തിയല്ലോ ഈ ഒരു സംഭവം. അപ്പൊ നമ്മളുടെ മക്കളെടുത്ത് എത്തുമ്പോൾ ഇത് എവിടെ എത്തി നിൽക്കണം, അതാണ് നമ്മളുടെ ലക്ഷ്യം. അങ്ങനെ ഓരോരുത്തരും ആ ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ അടുത്ത് എത്തുന്ന സമയത്ത് അതൊരു വലിയൊരു പിന്നിലോ ഒക്കെ എത്തിപ്പെടാം. കാരണം നമ്മളുടെ വീട്ടിലുള്ള ഈ കുഞ്ഞു കുട്ടികളാണെങ്കിലും ഇവർക്കും ഭയങ്കര ഡ്രീമാണ്. അതായത് RCMൽ എത്തിപ്പെടാം. നമ്മൾ വേറെ ഏതൊരു പ്രസ്ഥാനത്തിലായിക്കോട്ടെ, ഒരു അച്ചീവ്മെന്റ് നമ്മളൊരു അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള കുറച്ച് ജോലിക്കാർ ഒരുമിച്ച് സന്തോഷിക്കുക എന്നല്ലാണ്ട് ഫാമിലിന്റെ ഇൻവോൾവ്മെന്റ് ഒക്കെ വളരെ കുറവായിരിക്കും. ഫാമിലിനെ വിളിച്ച് അവർ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ വിരളമായുള്ള സ്ഥലത്ത് മാത്രമേ അങ്ങനെയൊക്കെ നടക്കുള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഒരു അച്ചീവ്മെന്റ്, ഒരു ചെറിയൊരു കുഞ്ഞ് അച്ചീവ്മെന്റ് ആണെങ്കിൽ പോലും കുട്ടി വാവകൾ വരെ വീട്ടിലുണ്ട്, അവരെ വരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. അപ്പം
ഒരു ചെറിയൊരു എന്താ പറയാ സ്പാർക്ക് കൊടുക്കുകയാണ്. RCM എന്ന് പറഞ്ഞ ഒരു സ്പാർക്ക് ഇന്നിപ്പോ ഉണ്ടായ കുട്ടിക്ക് വരെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്പാർക്ക് ഉണ്ടല്ലോ ലൈഫ് ലോങ് ഈ കുട്ടികളുടെ ഉള്ളിലുണ്ടാവും. അതായത് ആരാണോ ആ വീട്ടിൽ ചെയ്യുന്ന RCM ചെയ്യുന്നത് അവര് വലിയ വലിയ പിന്നിലെത്തണം എന്നുള്ള ഡ്രീം കുഞ്ഞു മക്കൾക്ക് വരെ ഉണ്ടാവും ആ വീട്ടിലുള്ള. ആ ഒരു ഡ്രീം ഉണ്ടല്ലോ അതാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് അച്ഛാ അടുത്ത മാസം ഏത് പിന്നെ പിടിക്കാൻ പോകുന്നെന്ന് ചോദിക്കാൻ ഒരാൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എത്തിയിരിക്കും ആ ഒരു പിന്നിൽ. പിന്നെ എവിടൊക്കെ നമ്മുടെ മക്കൾ പോയാലും RCM എന്നുള്ള ഒരു പ്രസ്ഥാനത്തിൽ ആര് വർക്ക് ചെയ്യുന്ന അവരുടെ പിള്ളേര് എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ, വഴി തെറ്റില്ല. കാര്യം നമ്മളെ ഒരു സംസ്കാരം അങ്ങനെയാണ് ഇവിടുത്തെ. പിന്നെ അൾട്ടിമേറ്റ്ലി അവരുടെ ഒക്കെ ഡ്രീമും എയിമും തിരിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരിക എന്നുള്ളതാ. അപ്പോ നമ്മൾ ഇവിടെ ഒരു തറവാട് വീട് ഉണ്ടാക്കി കൊടുക്കുക, അവരെന്നും ഇങ്ങോട്ട് വരാനുള്ള നമ്മുടെ ആ ഒരു വാതിൽ തുറന്നിട്ട് കൊടുക്കണം. എവിടൊക്കെ പോയിട്ട് എന്തൊക്കെ വർക്ക് പ്രഷറും എന്തൊക്കെ ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഉള്ളിലൊരു ബലം ഉണ്ടാവണം, എനിക്ക് തിരിച്ചു ചെല്ലാൻ ഒരു സ്ഥലമുണ്ട്. അതായിരിക്കണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത്. ഇത്രയും പറഞ്ഞ് നിർത്തട്ടെ എന്ന് ഗോപാൽ സാറിന്റെ ദിവസമാണ് കൂടുതൽ ഞാൻ എടുക്കുന്നത്. അപ്പോ അതിന്റെ കൂട്ടത്തിൽ ഒരു ആഡ് ഓൺ ആയിട്ട് ഞാൻ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ TCG ഒരു പാന്റ് പീസുമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അന്ന് അദ്ദേഹം 25 കോടി എന്നുള്ള പ്ലാന് കുറെ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തതിന് ശേഷം 25 ക്രോസ് ഫിക്സ് ചെയ്തതല്ല. ഷൈമ മാഡം പറഞ്ഞ പോലെ ജസ്റ്റ് വൺ പാൻ പീസ് ലോഞ്ച് ചെയ്ത അന്ന് 25 വർഷങ്ങൾക്ക് മുമ്പ് TCG 25 കോടി എന്നുള്ള പ്ലാൻ അന്ന് കൊണ്ടുവന്നതാണ്. ഇന്നിപ്പോ 10,000 പ്രോഡക്റ്റ് ഉണ്ട്. അന്ന് RCMൽ എത്ര പ്രോഡക്റ്റ് ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ടുള്ള കണക്ക് എനിക്ക് തന്നെ അറിയില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഇന്ന് ഏതാണ്ട് ഒരു 150 കോടിയോളം ആളുകൾ ഇന്ത്യയിലുണ്ട്, ഏതാണ്ട് ഒരു 100 കോടി കുടുംബങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന് കണക്ക് കൂട്ടിയാല് ഒരു കുടുംബത്തിൽ ഒരു 100 രൂപയുടെ സാധനം, RCMന്റെ 100 രൂപയുടെ സാധനം 100 കോടി വീടുകളിലേക്ക്, അതായത് ഇന്ത്യയിലുള്ള എല്ലാ കുടുംബത്തിലേക്കും ഒരു 100 രൂപയുടെ പ്രോഡക്റ്റ് RCMന്റെ 100 PV അല്ല, 100 രൂപയുടെ സാധനം. അത് ചിലപ്പോൾ ഒരു പാക്കറ്റ് ഗോതമ്പൊടിയോ ഒരു പാക്കറ്റ് എണ്ണയോ എന്തുമാവാം. ആവറേജ് ഒരു 100 രൂപയുടെ സാധനം ഒരു കുടുംബത്തിലേക്ക് കൊടുത്താൽ 100 കോടി കുടുംബം 100 രൂപയുടെ സാധനം എത്ര കോടി രൂപയായി ടേൺ ഓവർ? ബാബുജി എത്രയായി ടേൺ ഓവർ? 10,000 കോടി. 10,000 കോടി. അതൊന്നും വേണ്ട. RCMന്റെ 5,000 പ്രോഡക്റ്റ് ഒന്നും വേണ്ട. ഒരു പ്രോഡക്റ്റ് 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ് 100 കോടി കുടുംബങ്ങളിൽ 10,000 കോടി. എത്ര ഡയമണ്ടുകൾ ക്രിയേറ്റ് ആവും? ഏതാണ്ട് ഒരു 100-150 ഡയമണ്ട്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇന്ന് ഏതാണ്ട് 100 കോടി ടേൺ ഓവർ മതി. 100 കോടി ടേൺ ഓവർ മതി ഒരു ഡയമണ്ടിന്. അപ്പൊ ഏതാണ്ട് 50 ക്രോർസ്, 25 കോടി PV ഉണ്ടാക്കാൻ 100 ക്രോർസ്. അത് ഒരു പ്രോഡക്റ്റ്. RCMന്റെ ഒരൊറ്റ പ്രോഡക്റ്റ് ഉണ്ട്. ഓയിലാണ് ഓയിൽ, ഗോതമ്പൊടിയാണ് ഗോതമ്പൊടി, പേസ്റ്റ് ആണ് പേസ്റ്റ്. ഏത് ഒറ്റ പ്രോഡക്റ്റ്. ആവറേജ് പർച്ചേസ് 100 rupees പെർ ഫാമിലി. കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയാൽ 100 ഡയമണ്ട്സിനെ RCMൽ കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ 100 മുതൽ 150ഓളം ഡയമണ്ട്സിനെ RCMൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു പ്ലാൻ, എന്നുള്ളൊരു വിഷൻ TCGക്ക് 25 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടി എന്നുള്ളത് മഹാ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ മുന്നിൽ ഏതാണ്ട് 5,000ഓളം പ്രോഡക്റ്റുകളുണ്ട്. ഒന്നല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഒരു കുടുംബത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഗോതമ്പൊടി വേണ്ടെന്ന് പറഞ്ഞാൽ ഓയിൽ കൊടുക്കാം, ഓയിൽ വേണ്ടെന്ന് പറഞ്ഞാൽ ഉപ്പ് കൊടുക്കാം, ഉപ്പ് വേണ്ടെന്ന് പറഞ്ഞാൽ പേസ്റ്റ് കൊടുക്കാം. ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു കുടുംബത്തിനെ നമുക്ക് ഇന്ത്യയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. എനിക്ക് RCMൽ ഒരു പ്രോഡക്റ്റും വേണ്ട. അയാൾക്ക് എന്തെങ്കിലും കാര്യമായ ബുദ്ധി പ്രോബ്ലം, എന്തെങ്കിലും അയാൾക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്തെങ്കിലും അയാളെ ഒരു മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കേണ്ടി വരും. RCMന്റെ ഏതെങ്കിലും ഇന്ന പ്രോഡക്റ്റ് എന്നല്ല, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഞാൻ എടുക്കില്ല, വാങ്ങില്ല എന്ന് കണിശമായിട്ട് പറയുന്ന ഒരാളെ ഇമ്മീഡിയറ്റ്ലി ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. അപ്പൊ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒരു കുടുംബത്തിന് കൊടുക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ 100 കോടി കുടുംബങ്ങൾക്ക് 100 രൂപയുടെ സാധനം 100 to 150 ഡയമണ്ട്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് TCG അന്ന് ചിന്തിച്ചു. നമ്മൾ ഇന്ന് സിംപിളി അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ഈ യാത്രയില് ചില ആളുകൾ ഡ്രോപ്പ് ഔട്ട് ആയി പോകുന്നു, ചില ആളുകൾ
ചില സ്ഥലങ്ങളിൽ പോയി സ്റ്റക്കായി നിൽക്കുന്നു, വളരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചില ആളുകൾ ചില ചലഞ്ചസ്, ചില പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് ഒഴിവാക്കി പോകുന്നു. അപ്പൊ അവരെ നമുക്ക് തിരിച്ച് ഈ ചാനലിലേക്ക് അവരുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ, അത് ഞങ്ങൾക്ക് എന്നേ പറയാൻ, അവരുടെ ആ യാത്രയിൽ അവർക്ക് വരുന്ന ചാലഞ്ചസ്, ബ്ലോക്സ്. ആക്ച്വലി ആ ബ്ലോക്ക് ഒക്കെ നമ്മൾ ഹീൽ ചെയ്തെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പൊ എന്തൊക്കെ ബ്ലോക്സ് വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കേണ്ട ബ്ലോക്സ് അത്രയൊക്കെ ഉള്ളൂ വരുള്ളൂ. ഒന്നാമത് ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ് അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ഒരാളോട് നിൽക്കുന്നത്, നമ്മളെ നോക്കാൻ 100 ആൾക്കാർ നമ്മളുടെ ടീമിൽ തന്നെ ഉണ്ടാവും. നമ്മളുടെ ലീഡർഷിപ്പ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടീമിൽ തന്നെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെ നിൽക്കണം, നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മൾ എങ്ങനെ ബിസിനസ്സിനെ കൊണ്ടുപോകണം എന്നൊക്കെ നമ്മളുടെ ഒരു എന്താ പറയാ സ്ട്രോങ് ഇതായിരിക്കണം. എന്താ പറയാ, ഒരു കുറച്ചൊരു തീരുമാനമായിരിക്കണം, വിൽ പവർ ആയിരിക്കണം നമ്മൾ എങ്ങനെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളെ നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ പുറകിലുണ്ട് എന്നൊരു ചിന്തയോടുകൂടി. അപ്പോ അതായിരിക്കണം. അപ്പൊ എല്ലാം ഹീൽ ചെയ്യാം നമുക്ക് വരുന്ന പ്രോബ്ലംസ് എല്ലാം. ഓക്കെ, അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഞാൻ എൻ്റെ RCMലുള്ള യാത്രയിൽ ചിലപ്പം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചിലപ്പം, കാരണം ഞാൻ എന്നും പറയാറുള്ള ഒരു പോയിന്റ്, RCM ഈസ് വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി ടു ഡു. RCM ഈസ് വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി ടു ഡു. ഈസ് നോട്ട് ഈസി ടു ഡു എന്ന് പറയാനുള്ളതിന്റെ കാരണം, നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാനാണ് പ്രയാസം. എന്ത് മനസ്സിലാക്കാൻ? RCMൽ എന്ത് മനസ്സിലാക്കാനാ പ്രയാസം? ഇപ്പൊ നേരത്തെ ഷൈമ മാഡം പറഞ്ഞ പോലെ, ഇതിൽ പ്രോഡക്റ്റ് മനസ്സിലാക്കാനോ സിസ്റ്റം മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ ഓൺലൈനിൽ ഒരു ജോയിനിങ് കയറ്റാനോ അതൊന്നും മനസ്സിലാക്കാനൊന്നും പ്രയാസമൊന്നുമില്ല. മനസ്സിലാക്കാൻ എന്താ പ്രയാസം എന്നറിയാം RCMല് കേട്ടോ ബാബുജി. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ എന്താ പ്രയാസം എന്നറിയോ? ഇതിനകത്ത് മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യ പ്രയാസമുള്ളൂ, നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പ്രയാസം. വേറെ എല്ലാം എളുപ്പമാണ്. RCM ഈസ് വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി എന്ന് പറയാൻ കാരണം, ഇതൊരു പീപ്പിൾസ് ബിസിനസ് ആണ്. പീപ്പിൾ ആർ കോംപ്ലിക്കേറ്റഡ്. ആളുകളാണ് ഇവിടെ കോംപ്ലിക്കേറ്റഡ്. ഇതിനകത്ത് ഈ ആളുകൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഞാൻ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട്, RCMന്റെ ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാനാണ്, എന്നെ തന്നെ. ഒരു 20 വർഷത്തോളമായിട്ട് അടച്ചു പൂട്ടിക്കിടക്കുന്ന ഒരു മുറി കേട്ടോ ബാബു സാറേ, ഒരു 20 വർഷമായിട്ട് അടച്ചു പൂട്ടിക്കിടക്കുന്ന ഒരു മുറി, ഇരുണ്ട് മൂടിക്കിടക്കുകയാണ് ആ മുറി. 10-20 വർഷമായിട്ട് അടച്ചു പൂട്ടി ഇരുട്ട് കയറി കിടക്കുന്ന ഒരു മുറി. വെളിച്ചം കാണണമെങ്കിൽ എത്ര സമയം എടുക്കും ബാബു സാറേ? ജസ്റ്റ് തുറന്നാ മതി. ഇതാണ് അതിന്റെ സംഭവം. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആണ് സംഭവം. അപ്പൊ നമ്മളെ മനസ്സില് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ജനിച്ച് ജീവിച്ച് നമ്മളുടെ ഈ ഒരു ജൈത്രയാത്രയിൽ നമ്മൾ എവിടെയോ കുറച്ച് ഇരുട്ട് പിടിച്ച മുറികൾ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ട്. അതൊന്ന് എൻലൈറ്റഡ് ആവാൻ, അതൊന്ന് കത്താൻ, അതല്ലെങ്കിൽ അതിനൊരു വെളിച്ചം കയറാൻ ഇനി ഒരു 20 വർഷമോ 30 വർഷമോ ഒന്നും വേണ്ട. ബാബു സാർ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് തുറന്നാൽ മതി. സോ സിമ്പിൾ ഇറ്റ് ഈസ്. അപ്പൊ RCM ഈ സിമ്പിൾ, അത് ഈസിയുമാവും. RCMനെ ഈസി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റോ പ്ലാനോ സിസ്റ്റമോ ഒന്നുമല്ല പഠിക്കേണ്ടത്, നമ്മൾ ഇരുന്ന് നമ്മളെ പഠിക്കണം. അതിനാണ് ഇംഗ്ലീഷിൽ പറയുക സെൽഫ് അനാലിസിസ്. ചില യോഗികളും ചില മുനിമാരും ഒക്കെ പറയും ഇന്നർ എഞ്ചിനീയറിംഗ്. നമ്മൾ പുറത്തേക്ക് നോക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പറയും. അതിനെപ്പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? ഹൗ ക്യാൻ വി ക്ലിൻസ്? നമ്മളെ എങ്ങനെ നമുക്ക് ഒന്ന് ക്ലിൻസ് ചെയ്തെടുക്കാൻ പറ്റും? ആദ്യം കുറച്ച് ക്വസ്റ്റ്യനുകൾ തന്നാൽ മതിയായിരുന്നു. നമ്മളെ തന്നെ
അതായത് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ മനുഷ്യന്മാര് നമ്മൾ വരുന്ന വഴികളിൽ നമുക്ക് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മളുടെ ഉള്ളില് പല ട്രോമകളായിട്ടും പല സ്ട്രെസ്സായിട്ടും ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്കിപ്പോ ഇനി എന്തൊക്കെ ആയാലും ഒരു ഹാപ്പി ആവണം. നമ്മൾ ഫുൾ ഹാപ്പി ആവാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ഒരു കുഞ്ഞു വിഷമം വന്നു, അതപ്പോ അതൊരു വലിയൊരു വിഷമമായിട്ട് നമ്മളെ മുന്നിലെടുക്കും. ഇതിൽ നിന്നെല്ലാം മറികടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഉള്ളിലുള്ളതെല്ലാം ആദ്യം പുറത്തേക്ക് പോകണം. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണോ കെട്ടിക്കിടക്കുന്ന സംഭവങ്ങൾ ഇതിനെല്ലാം പുറത്തേക്ക് പോകണം. അപ്പം അത് അത് പുറത്തേക്ക് പോകുന്ന പല വഴികളുണ്ട് അതിന്. അപ്പൊ അത് നമ്മൾ ഈ യോഗികളൊക്കെ പറയുന്ന വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാണായാമം ചെയ്യുക, അങ്ങനത്തെ പല വഴികളുണ്ട്. അപ്പൊ അതിലൂടെ വേണമെങ്കിൽ പോവാം. പക്ഷെ നമ്മളുടെ ആർത്തിയം എന്ന് പറഞ്ഞൊരു സിസ്റ്റവും അതിലൊന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഓരോരോ ദിവസം കൂടുന്തോറും നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ തന്നെ നന്നായിട്ട് പ്രസന്റ് ചെയ്യേണ്ട ഒരു സ്ഥിതി വരും. നമ്മൾ എത്രയും നന്നാവണം. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ നന്നാക്കിക്കൊണ്ടേയിരിക്കും ഓരോരോ ദിവസവും. അപ്പം ഒരു ആളുടെ അടുത്തേക്ക് ഇപ്പൊ ഒരാളെ കാണാൻ പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പോകണം, നമ്മൾ എങ്ങനെ ഡ്രസ് ചെയ്യണം, നമ്മൾ എങ്ങനെ പെരുമാറണം, നമുക്ക് തന്നെ ഒരു സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോകുക. ആ മെഡിറ്റേഷന് ഈക്വലന്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി. തീർച്ചയായിട്ടും അത് ശരിയാണ്. കാരണം ആർസിഎമ്മിന് ഞാൻ എന്നും പറയാറുണ്ട്, ആർസിഎം ഈസ് നോട്ട് എ വാക്വം ക്ലീനർ, ആർസിഎം ഈസ് എ ഫിൽട്ടർ. പണ്ട് മുതലേ പറഞ്ഞു വരുന്നൊരു വിഷയമാണ്. ആർസിഎം ഒരു ഫിൽട്ടറാണ്. വരുന്ന ആളുകളെ മുഴുവനും വലിച്ച് എടുക്കുന്ന ഒരു യന്ത്രമല്ല ആർസിഎം. ഇപ്പൊ നമ്മളുടെ ടീമിൽ തന്നെ നമ്മളുടെ ഗ്രൂപ്പിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്താൽ കാണാം. താഴോട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആളുകൾ എല്ലാവരും ഒന്നും ആക്റ്റീവ് ഒന്നുമല്ല. കുറേ ഐഡികൾ ഇങ്ങനെ ടെർമിനേറ്റഡ് ആയി പോവുകയാണ്. പല കാരണങ്ങളും കൊണ്ട്. ചിലപ്പോൾ അവർ അതിന്റെ ആർസിഎമ്മിന്റെ പ്ലാൻ മര്യാദയ്ക്ക് പഠിക്കുന്നതുകൊണ്ടായിരിക്കില്ല. ചിലപ്പോൾ അവരെയൊക്കെ കമ്പൽസറി പിടിച്ച് ചേർത്തതായിരിക്കാം. മേ ബി ഫോർ എനി റീസൺ. ബട്ട് about 80-90% of the people are getting terminated. കാരണം അതിന്റെ ഒരു റീസൺ, ഇപ്പം ആർസിഎമ്മിന്റെ ഉള്ളിലേക്ക് വരുന്ന ആളുകൾ എല്ലാവർക്കും ആവശ്യമുള്ള സാധനം ആർസിഎമ്മിലുള്ളൂ. ഗോതമ്പൊടി ഇതിനകത്ത് വന്ന് ടെർമിനേറ്റഡ് ആയി പോയ ആളെ ഒന്ന് പിടിച്ചിരുത്തിയിട്ട് ചോദിക്കുകയാണ്, അല്ല സാറേ എന്താ സാറിന്റെ ID ടെർമിനേറ്റ് ആയി പോയല്ലോ, സാർ എന്താ ആർസിഎമ്മിന്റെ പ്രോഡക്റ്റ് ഒന്നും വാങ്ങാൻ, സോപ്പും പേസ്റ്റും ഈ ഗോതമ്പൊടി എണ്ണയൊന്നും സാറിന് വേണ്ടേ? അതെല്ലാം ആർസിഎമ്മിന്റെ എല്ലാ പ്രോഡക്റ്റും ഒക്കെ അടിപൊളിയായിട്ടോ, ഗംഭീരാണ്. അത് ആ ഓയിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഓയിലാണ്. അത് പിന്നെന്താ സാറ് പിന്നെ വാങ്ങാൻ? അത് അദ്ദേഹത്തിന് എന്തോക്കെയോ കാരണങ്ങൾ പറയും. ഒരു ലോജിക്കും ഇല്ലാത്ത വെറും യൂസ്ലെസ് ആയിട്ടുള്ള കുറെ കാരണങ്ങൾ പറയും. അത് അയാൾ പറയുന്ന ആർക്കും അറിയാം ഐ ആം ജസ്റ്റ് യൂസ്ലെസ് സ്റ്റോക്സ് ആണെന്നുള്ളത്. അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ ടെർമിനേറ്റഡ് ആയി പോയ ആൾക്കാര്, അവർക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടും അവർക്ക് ആർസിഎം പോലും ഇഷ്ടമാണ്, എന്നിട്ടും അവര് ID ടെർമിനേറ്റ് ആയി പോയി അവർക്ക് ആർസിഎമ്മിൽ നിൽക്കാൻ പറ്റാത്തത് എന്താന്ന് ചോദിച്ചാൽ, ആർസിഎം ഒരു വാക്വം ക്ലീനർ ആണെങ്കിൽ കിട്ടുന്നവരെ എല്ലാം വലിച്ച് അതിൻ്റെ ഉള്ളിൽ സ്റ്റോക്ക് ചെയ്യായിരുന്നു, ആരെയും ടെർമിനേറ്റഡ് ആവാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ ആർസിഎം ഈസ് എ ഫിൽട്ടർ. വേണ്ടതിനെ നിലനിർത്തിക്കൊണ്ട് വേണ്ടാത്തതിനെ വാഷ് ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിൽട്ടർ എന്ന് പറയാറ്. ആർസിഎം ഈസ് ബേസിക്കലി എ ഫിൽട്ടർ. നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ വരെ നമുക്ക് ആർസിഎമ്മിൽ നിൽക്കാൻ പറ്റും. PUCയിൽ പോകുന്നു, പിക്കപ്പ് സെന്ററിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, റൈറ്റ് ആയിട്ട് റൈറ്റ് ടൈമിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ പ്രോഡക്റ്റിന്റെ കാശ് അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ 1-2 ദിവസത്തെ എക്സ്ക്യൂസ് എടുത്തുകൊണ്ട് നമ്മൾ ആ പ്രോഡക്റ്റ് അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്തു. 2 ദിവസം പറഞ്ഞ ദിവസത്തിന് മുമ്പ് 1 മണിക്കൂറെങ്കിലും മുമ്പായിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് ആ പിക്കപ്പ് സെന്ററിൽ കൊണ്ടുപോയി കൊടുത്തിട്ടില്ലെങ്കിൽ യു വിൽ ബി വാഷ്ഡ് ഔട്ട് ഫ്രം ദ സിസ്റ്റം. നിങ്ങളുടെ ഡൗൺലൈൻസിനോട് കാണിക്കേണ്ട സത്യസന്ധത കാണിച്ചിട്ടില്ലെങ്കിൽ യു വിൽ ബി വാഷ്ഡ് ഔട്ട് ഫ്രം ദ സിസ്റ്റം. നിങ്ങൾക്ക് സിസ്റ്റത്തിൽ നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് ആർസിഎം ഈസ് എ ഫിൽട്ടർ. നിങ്ങൾ എന്നും ആർസിഎമ്മിന്റെ ഉള്ളിൽ പ്രൊട്ടക്ട്, നിങ്ങൾ നമ്മൾ എന്ത് തോന്നിയവാസം ചെയ്തു കഴിഞ്ഞാലും ആർസിഎമ്മിന്റെ ഉള്ളിൽ നിലനിൽക്കാം എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മിഥ്യയായ ധാരണമാണ്. If you are true to the system, you will stay. If you are not truthful to the system, you will be washed out. ആർക്ക് നിൽക്കാൻ പറ്റില്ല. ഇത് സത്യസന്ധതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിസ്റ്റം. മറ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെല്ലാം
തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടക്കായിരിക്കും അതിനകത്ത്. അതാണ് വേറെ നെറ്റ്വർക്ക് എല്ലാം അങ്ങനെയാണ്. സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഏതാണ്ട് 8ഓളം കമ്പനികളാണ് ഇന്ത്യയിൽ ജെന്യുവിൻ ആയിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് സെൻട്രൽ ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്തു. 8ഓളം കമ്പനികൾ ഇന്ത്യയിൽ, 8ഓളം കമ്പനികൾ മാത്രമേ. 2.5 ലക്ഷത്തിന് മേലെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഉണ്ട് കേട്ടോ. മോർ ദാൻ 2.5 lakhs കമ്പനീസ്. 2.5 ലക്ഷത്തിന് മേലെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് സർവേയിൽ 8 കമ്പനികളെയാണ് അവിടെ ഐഡന്റിഫൈ ചെയ്തത്. 8 മാത്രമാണ് ജെനുവിൻ, നിലനിൽക്കാൻ പോകുന്നത്. ഡയറക്ട് സെല്ലിംഗിന്റെ മോണിറ്ററിംഗ് അതോറിറ്റി വെരി ഷോർട്ട്ലി അത് വരും. അത് വന്നു കഴിഞ്ഞാൽ നിലനിൽക്കാൻ പോകുന്നത് ഈ ഒള്ളി 8 കമ്പനി. ആ 8 കമ്പനിയിൽ ഒന്ന് RCM ആണെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഡൽഹിയിൽ വെച്ച് പറഞ്ഞ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. മൂർത്തി സർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ 8 കമ്പനിയിൽ 7 എണ്ണം ICUലാന്നാ പറഞ്ഞത്. 7 എണ്ണം ICUലാന്നാ പറഞ്ഞത്. അത് എങ്ങനെ രക്ഷപ്പെട്ടു ആ നിലത്തില്ല. പക്ഷെ ആ സമയത്താണ് RCM എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം, ഇതിനെ നമ്മൾ കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് RCMനോട് ചെയ്യുന്ന ഒരു അപരാധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ ബാബുജി, എന്ത് പറയുന്നു? RCMനെ നമുക്കൊരു കമ്പനി എന്ന് പറയാൻ പറ്റും? ഇതൊരു പ്രസ്ഥാനമല്ലേ? ഒരു പ്രസ്ഥാനമാണ്. കുറെ കമ്പനികളുടെ ഒരു യൂണിയനാണ് RCM. സോപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി നമുക്കുണ്ട്, ഷാംപൂ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി നമുക്കുണ്ട്. നമ്മൾ ബേസിക്കലി വെറും മാർക്കറ്റിംഗ് ചെയ്യുന്ന, വെറുതെ കുറെ പ്രോഡക്റ്റുകൾ മറ്റ് കമ്പനികളോടോ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ഒന്നും അല്ല RCM. RCM ഈസ് എ മാനുഫാക്ചറർ. നമുക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് പ്ലാന്റുകൾ, നമുക്ക് സ്വന്തമായിട്ടുള്ള R&D ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് R&D. വലിയ വലിയ കമ്പനികൾക്കുള്ള R&D നമുക്ക് RCMനുണ്ട്. നമുക്ക് സ്വന്തം R&D ഉണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്ങിന് വേണ്ട റോ മെറ്റീരിയൽസ് നമ്മൾ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. സോ ഇതിനെ ഒരു കമ്പനി എന്ന് പറയാൻ പറ്റുമോ? സാധാരണഗതിയിൽ കമ്പനികൾ റോ മെറ്റീരിയൽസ് ഒക്കെ പുറത്തുനിന്ന് സോഴ്സ് ചെയ്യും, R&D പുറത്ത് കോൺട്രാക്ട് കൊടുക്കും, എന്നിട്ട് അവർ തരുന്ന ഫോർമുലയിൽ നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്തു. ഒരു പ്രൊഡക്ഷൻ മാത്രമേ സാധാരണ കമ്പനികൾ ചെയ്യാറുള്ളൂ. പക്ഷെ RCM ഈസ് ഡിഫറെന്റ്. RCMന്റെ പ്രൊഡക്ഷൻ, ആ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള R&D ചെയ്തതിനു ശേഷം അതിന്റെ ഫോർമുല വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് പഠിച്ചിട്ട് ആ ഇൻഗ്രീഡിയൻസ് സോഴ്സ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് പ്രൊഡക്ഷൻ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് ഇങ്ങനത്തെ ഒരു ഡയറക്ട് സെല്ലിങ്ങിനെ നമുക്ക് RCM എന്ന് പറയുന്നത് നമ്മളൊരു കമ്പനി എന്ന് പറയാൻ പാടുണ്ടോ? കമ്പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ തൊഴിലാളികൾ വന്നു, കുറെ പ്രോഡക്റ്റുകളൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ അതിനെ റിസർച്ച് ചെയ്യുന്നു. അതിന് എങ്ങനെ ഒരു പ്രോഡക്റ്റിനെ അതിവിശിഷ്ടമായ ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഇന്ത്യൻ ജനങ്ങൾക്ക് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ എത്തിക്കാം എന്ന് പഠിച്ച് അതിന്റെ പ്രൈസ് ഡിസിഷൻ വളരെ വളരെ ആലോചിച്ചാണ് അതിന്. ചില സമയത്ത് ചില പ്രോഡക്റ്റുകളിലേക്ക് മാർക്കറ്റിലൊക്കെ ചില പ്രോഡക്റ്റുകളെ വില കൂടിക്കഴിഞ്ഞാൽ കുറയുന്ന സംഭവം ഞാൻ കേട്ടിട്ടില്ല. അതിങ്ങനെ കൂടി ഞാൻ RCMൽ വന്നതിന് ശേഷമാണ് കൂടിയ പ്രോഡക്റ്റിന്റെ വില കുറഞ്ഞു വരുന്നത് കാണാം. ശരിയാണ് ബാബു സർ, കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് എവിടെയെങ്കിലും മാർക്കറ്റിൽ എവിടെയെങ്കിലും? ബാബു സാറിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പണിയുള്ളൂ കാണാറുണ്ട്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് RCM ഈസ് എ മോസ്റ്റ് ജെനുവിൻ കമ്പനി. അതാണ് സെൻട്രൽ ഗവൺമെന്റ് സർവേ സ്റ്റഡി നടത്തിയിട്ട് 2.5 ലക്ഷത്തോളം കമ്പനികളിൽ നടത്തിയ പഠനത്തിൽ നിന്നും അവര് 8 കമ്പനികളെ അവർ ഐഡന്റിഫൈ ചെയ്ത് ജെനുവിൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണെന്ന് മോണിറ്ററിംഗ് അതോറിറ്റിക്ക് അവര് ഫോർമേഷൻ ഒക്കെ ഇപ്പൊ അടുത്തൊരു 1.5 വർഷം കൊണ്ട് മോണിറ്ററിംഗ് അതോറിറ്റി ഇന്ത്യയിൽ ഫോം ആവും. അത് വന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്ന 8 കമ്പനികൾ. നമ്മളൊക്കെ എത്ര ലക്കിയാണ്, സോ ലക്കി വി ആർ. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. കുറേ കമ്പനികളുടെ അസോസിയേഷനോട് കൂടി അവരുടെ സ്വന്തമായിട്ട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത്രയും വലിയ വിപുലമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഗോഡൌണുകളും അവരുടെ ഫാക്ടറികളും ഹെഡ് ഓഫീസും ഒക്കെ സ്വന്തം സ്ഥലത്ത്. വലിയ ഈ 2.5 ലക്ഷം ഡയറക്ട് സെല്ലിംഗ് കമ്പനികളില്ല, അവർക്കൊന്നും സ്വന്തമായിട്ട് ഒന്നുമില്ല ഇന്ത്യയിൽ. അവരോടൊക്കെ ചോദിച്ചാൽ പറയും സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം.
അവര് അവര് ചോദിക്കുന്ന സ്വന്തം എന്ന പദത്തിനെന്തർത്ഥം, അവരാ പാട്ടിങ്ങനെ പാടിത്തരും. PC ഛബ്രാജിയുടെ അദ്ദേഹത്തിന്റെ ഓരോ ഇൻഫ്രാസ്ട്രക്ചറും സ്വന്തം സ്ഥലം. ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു ഗോഡൌണിന്റെ മാത്രം കഥ ഞാൻ പറയാം. ബാംഗ്ലൂർ 1.5 ഏക്കറിലാണ് ബാംഗ്ലൂരിലെ ഡിപ്പോ. ബൊമ്മസന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് 1.5 ഏക്കറാണ് ഡിപ്പോയെ. കമ്പനിയുടെ ഹെഡ് ഓഫീസ് അല്ല ഞാൻ പറയുന്നത്, കമ്പനിയുടെ ഫാക്ടറി അല്ല ഞാൻ പറയുന്നത്, കമ്പനിയുടെ ഒരു ഗോഡൌൺ. 1.5 ഏക്കറാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂരൊക്കെ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റിനാണ് വില. നമ്മളെ മൂർത്തി സാറിനോടൊക്കെ ചോദിച്ചാൽ അറിയാം. മൂർത്തി സാറിന് ബാംഗ്ലൂർ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ഒരു ചെറിയ പീസ്. ഞാനും അതിന്റെ അടുത്ത് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. അപ്പൊ എടുത്ത് വരുമ്പോഴത്തേക്കും അവിടുത്തെ പ്രോപ്പർട്ടിയൊക്കെ വിറ്റുപോയി. മൂർത്തി സാറിന്റെ അവിടെ ആ പ്രോപ്പർട്ടിയൊക്കെ വിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒക്കെ പോയി കാണുകയൊക്കെ പിടിച്ചത്. അത് മൂർത്തി സാറിന് ചെറിയൊരു പീസ് അന്ന് മൂർത്തി സാർ വിറ്റത് എനിക്ക് തോന്നുന്നത് 30 ലക്ഷത്തിനോ 40 ലക്ഷത്തിനോ മറ്റാ വിട്ട ചെറിയൊരു പീസ്. സ്ക്വയർ ഫീറ്റിനാണ് അവിടെ വില, സ്ക്വയർ ഫീറ്റ്. 1 ഏക്കറിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് അറിയാം? 1 ഏക്കറിൽ ഏതാണ്ട് 44,000 അല്ലെ 45,000 സ്ക്വയർ ഫീറ്റ് ആണ്. 44,000 45,000 സ്ക്വയർ ഫീറ്റ് ആണ് 1 ഏക്കർ എന്ന് പറയുന്നത്. 1.5 ഏക്കർ ഏതാണ്ട് ഒരു 10, 60, 65,000 സ്ക്വയർ ഫീറ്റ്. ഒരു സ്ക്വയർ ഫീറ്റിന് ഇപ്പം നമ്മുടെ കമ്പനി ഉള്ള സ്ഥലത്ത് 10-12,000 രൂപയോളം വരെ. ഒരു സ്ക്വയർ ഫീറ്റിന് 12,000 മൾട്ടിപ്ലൈ ചെയ്തോളൂ. 70,000 സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാവും? അവിടെയാണ് ബാംഗ്ലൂരിന്റെ ഗോഡൌൺ ഉള്ളത്, ബൊമ്മസന്ദ്ര ഇൻഡസ്ട്രിയൽ ഏരിയ. അതുകൊണ്ടാണ് ഇത്ര വില. അവിടെ നമ്മളെ ഗോഡൌണില്, ആ ഗോഡൌണിന്റെ ഉള്ളിൽ ഒരു ഫാക്ടറി, RCMന്റെ ഫാക്ടറി അല്ല, ഒരു വാടകയ്ക്ക് കൊടുത്തിരിക്കുക, റെന്റിന് കൊടുത്തിരിക്കുക. ഒരു പേപ്പർ റോളിംഗ് മില്ലാണ് അത്. അവരേതാണ്ട് ഒരു 1 ലക്ഷത്തിന് മേലെ റെന്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ RCMന്റെ ബാംഗ്ലൂർ ഗോഡൌണിന്റെ മേലെ BSNLന്റെ ഒരു ടവർ ഉണ്ട്, അവരൊരു 1.5 ലക്ഷം രൂപ റെന്റ് കൊടുക്കുന്നുണ്ട്. RCMന് ബാംഗ്ലൂർ ഗോഡൌണിൽ നിന്നും ഏതാണ്ട് ഒരു 2-2.5 ലക്ഷം രൂപ വരുമാനമുണ്ട് മാസം. ഇങ്ങനെ ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 150ഓളം ഗോഡൌണുകൾ RCMന് സ്വന്തമായിട്ടുണ്ട്. ദിസ് ഈസ് ദ ഇൻഫ്രാസ്ട്രക്ചർ, സ്ട്രെങ്ത് ഓഫ് ദ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് RCM. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇന്ത്യയിലുള്ള 2.5 ലക്ഷം കമ്പനികൾക്ക് സ്വന്തമായിട്ട് അവർക്കൊരു ഹെഡ് ഓഫീസ് പോലും ഇല്ല. നമുക്ക് ഇന്ത്യയിൽ മുഴുവനും, ഇന്ന് നമ്മളിപ്പോ ഇന്ത്യയിലെ കഥ പറയുന്നത് കേട്ടോ, നമ്മൾ ഇപ്പം ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ വൈകും. RCMൽ ശക്തമായ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട സമയമാണിത്. കാരണം RCM ഇന്ത്യയിൽ നിന്നും വെളിയിലേക്ക് പോകാനുള്ള, മറ്റ് കൺട്രീസിലേക്ക് പോകാനുള്ള നടപടികളിലാണ് ഇപ്പോൾ. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വർക്കുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ഇൻവെസ്റ്റ്മെന്റ്സിലേക്കാണ് ഇന്ന് RCMന്റെ നോട്ടം പോയിക്കൊണ്ടിരിക്കും. മറ്റ് കൺട്രികളിൽ ഇത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? നമ്മൾ RCMലുള്ള പല ആൾക്കാരും ഇന്ന് കോട്ടയത്ത് നിന്നും എങ്ങനെ എറണാകുളത്ത് എത്താന്ന് പോലും പ്ലാൻ ചെയ്തിട്ടില്ല. കോഴിക്കോട് നിന്ന് എങ്ങനെ കണ്ണൂരിലേക്ക് എത്താന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ RCM നാളെ സിംഗപ്പൂരിലും മലേഷ്യയിലും ഫ്രാൻസിലും ജർമ്മനിയിലും USA ഒക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും ഒന്ന് പൊടിയൊക്കെ തട്ടി എണീറ്റ് നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഡിസ്ട്രിക്റ്റിലേക്കൊക്കെ ഒന്ന് പോയിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ RCM ഇന്റർനാഷണലി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടേക്കൊക്കെ എത്തും? ചില ആളുകളൊക്കെ എന്നോട് കാണുമ്പോൾ ചോദിക്കാറുണ്ട്, സാറേ ഈ RCM ഇന്ത്യയിൽ മാത്രമേ ഉള്ളോ? ഇവര് ചോദിക്കുന്ന കേട്ടാ തോന്നും നാളെ അങ്ങോട്ട് സിംഗപ്പൂരിലേക്ക് അങ്ങോട്ട് തുറന്നു കൊടുത്താൽ നാളെ ഓടി അങ്ങ് സിംഗപ്പൂരിൽ പോയി അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാൻ പോവുക. ആദ്യം നമ്മൾ നമ്മുടെ ജില്ലയിൽ നിന്നും അടുത്ത ജില്ലയിലേക്ക് കടക്കാനുള്ള കാര്യങ്ങൾ ശ്രമിക്കുക. അതിന്റെ അടുത്ത ജില്ലയിൽ കേരളം മുഴുവനും ടീം ബിൽഡ് ചെയ്യാനുള്ള വർക്കാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. കേരളം മുഴുവനും ടീം ബിൽഡ് ചെയ്യുന്നതിനോടൊപ്പം കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളിൽ പെട്ടെന്ന് ചെന്നെത്തിപ്പെടാൻ പറ്റുന്ന തമിഴ്നാട്, കർണാടകം, കേരളത്തിൽ നിന്ന് എത്ര സമയമെടുക്കും കന്യാകുമാരിയിലേക്ക് എത്താൻ? കേരളത്തിൽ നിന്ന് എത്ര സമയമെടുക്കും തേനി, മധുരയിലേക്കൊക്കെ എത്താൻ, തെങ്കാശിയിലേക്ക് എത്താൻ? കേരളത്തിൽ നിന്ന് എത്ര സമയമെടുക്കും മംഗലാപുരത്തേക്ക് എത്താൻ,
മംഗലാപുരത്ത് ഡിപ്പോ ഉണ്ട്, ഗോഡൌൺ ഉണ്ട്. പാലക്കാട് നിന്ന് എത്ര സമയം കൊണ്ട് കോയമ്പത്തൂർ എത്താം? 1 മണിക്കൂർ, 2 മണിക്കൂർ യാത്ര ചെയ്താൽ ഈറോഡ് എത്താം. കേരളത്തിൽ നിന്ന് എത്ര പെട്ടെന്ന് നമുക്ക് തമിഴ്നാട്ടിൽ എത്താം, എത്ര പെട്ടെന്ന് കർണാടകയിലേക്ക് എത്താം. അവിടെയെല്ലാം കുളിക്കുന്ന ആൾക്കാരുണ്ടോ? അവിടെയെല്ലാം പല്ല് തേക്കുന്ന ആൾക്കാരുണ്ടോ? അവിടെയെല്ലാം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ടോ? അപ്പൊ നമുക്ക് ആളുകളെ തപ്പി നടക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ആവശ്യക്കാരാണ്. അവരുടെ ഭാഷ നമുക്ക് അറിയില്ല എന്ന് മാത്രം. ഈ സാധനം എടുത്താൽ കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ആളുകളെ കാണാൻ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റുകളുമായിട്ട് പോകുക എന്നുള്ള അടിസ്ഥാനമായിട്ട് നമ്മൾ ഒരു ആസ് എ ബിസിനസ് മാൻ ചെയ്യേണ്ട ബേസിക് ഡ്യൂട്ടിയാണ്. യു ഷുഡ് ട്രാവൽ ഓൾവേസ് വിത്ത് എ ബിസിനസ് ബാഗ്. നമ്മുടെ കയ്യിൽ ഒരു ബിസിനസ് ബാഗ് ഉണ്ടാവും. ഈ ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന ഏതാണ്ട് 1000-ഓളം ആളുകൾ ഇന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ കുറെ ആൾക്കാരുണ്ട്, ഞാൻ കൺസിഡർ ചെയ്യുന്നു, വിശ്വസിക്കുന്നു. എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല. എത്ര പേര് ഒരു ബിസിനസ് ബാഗ്, ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നും ഈ ബിസിനസ് ചെയ്യാൻ എൻ്റെ കയ്യിൽ വേണ്ട ഒന്നാമത്തെ ടൂൾ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ബിസിനസ് ബാഗാണ് എന്നും വിശ്വസിച്ച് ഒരു ബിസിനസ് ബാഗ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള എല്ലാ ബിസിനസ് ബാഗിൽ എന്തൊക്കെ ഉണ്ടാവണം? അത്യാവശ്യം ഒരു 10,000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവണം, ഒരു 1000 രൂപയുടെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ്. അത് ഒട്ടും മോശമാകാത്ത രീതിയിൽ, അതിന്റെ ഷേപ്പ് ഡീഫോം ആകാത്ത രീതിയിൽ. ഇപ്പൊ ന്യൂട്രിചാർജ് മാനൊക്കെ അതിനകത്തേക്ക് കുത്തി കയറ്റി കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് അതിനൊരു വലിച്ചു വരുമ്പോൾ കവർ നമ്മുടെ കയ്യിലുണ്ടാവും, ന്യൂട്രിചാർജ് മാനിന്റെ ടാബ്ലറ്റും ഒക്കെ ബാഗിന്റെ ഉള്ളിൽ ഉണ്ടാവും. അങ്ങനെ ബിസിനസ് ബാഗ് കൊണ്ടുനടന്നിട്ട് കാര്യമില്ല. സോ ടൂത്ത് പേസ്റ്റ് അതിനകത്തേക്ക് ഇടിച്ചു കുത്തി കയറ്റി അത് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് അതെല്ലാം കൂടി കവറെല്ലാം കൂടി കീറി അൺപ്രൊഫഷണൽ ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ പ്രസന്റ് ചെയ്യാൻ പാടില്ല. കാരണം പ്രോഡക്റ്റുകളാണ് നമുക്ക് എന്ത് തരിക? പ്രോഡക്റ്റ് നമുക്ക് എന്ത് തരും? PV, പർച്ചേസ് വാല്യൂ പ്രോഡക്റ്റ് എന്നാണ് വരിക. ആ പ്രോഡക്റ്റിനെ നമ്മൾ എത്രയും ബഹുമാനത്തോടു കൂടി നമുക്ക് അടുത്ത ആളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. പ്രോഡക്റ്റ് ഷുഡ് ബി ഇൻ എ പ്രസന്റബിൾ കണ്ടീഷൻ. അൺപ്രസന്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് മറ്റുള്ളവരുടെ മുന്നിൽ നിരത്ത്. ഞങ്ങളൊക്കെ പണ്ട് RCM തുടങ്ങിയ കാലത്ത് ഉള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരിക. അന്ന് ആകെ ഒരു പേസ്റ്റും കൊണ്ടാണ് കേരളത്തിൽ മൊത്തം ഓടേണ്ടത്. അന്ന് പേസ്റ്റ് ഒന്നും കിട്ടാനില്ല. അന്ന് സുജിത് സാറാണ് നമുക്ക് കേരളത്തിൽ ഒരു വഴിയൊക്കെ തുറന്നു തന്നത്. സുജിത് സാറിനെയൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നു. കാരണം ഞാനും മൂർത്തി സാറും ഒക്കെ ഞങ്ങളന്ന് ബാംഗ്ലൂരാ. ഞങ്ങൾക്ക് കേരളത്തിലൊന്നും അവരാരെയും വലിയ പിടുത്തം പോരാ. അപ്പൊ ഞങ്ങൾക്കൊരു വഴികാട്ടിയായിട്ട് ഞങ്ങൾക്ക് കേരളത്തിലൊരു കാല് വെക്കാനുള്ള ഒരു സ്ഥലം തന്നത് നമ്മുടെ സുജിത് സാറാണ്. ഇത് ഞാനിപ്പോൾ ഓർക്കുന്നു. അന്നൊന്നും പ്രൊഡക്റ്റ് ഇല്ല. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റും കൊണ്ട് ഓടുകയായി. അന്ന് ഒരിക്കലും ഒരു ഹോം മീറ്റിങ്ങിൽ ചെന്നപ്പം അവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ ആ പേസ്റ്റിന്റെ മേലെ കയറി അത് RCMന്റെ ടൂത്ത് പേസ്റ്റ്, വേറെ പേസ്റ്റ് വരണം, എന്നിട്ട് വേണം പേസ്റ്റ് ഉപയോഗിക്കാൻ. അപ്പൊ ആ പേസ്റ്റിന്റെ മേലെ കയറി ഇരുന്ന് അദ്ദേഹത്തിന്റെ മുഴുവനും ബലവും പിടിച്ചതിന്റെ അവസാനത്തെ തുള്ളി വരെ ഊറ്റിയെടുത്ത് ബ്രഷിന്റെ മേലെ ആക്കി പല്ല് തേച്ച പേസ്റ്റാണ് ഹോം മീറ്റിംഗിൽ കൊണ്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ആ പേസ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ തിരിഞ്ഞ് ഒടിഞ്ഞ് അദ്ദേഹം അതിന്റെ മേലെ കയറി ഇരുന്നിട്ടാണ്. പക്ഷെ ഗത്യന്തരമില്ല, വേറെ രക്ഷയില്ല, വേറെ പേസ്റ്റ് കിട്ടാനില്ല. അങ്ങനെയാണ് ആ പണ്ടത്തെ ഹോം മീറ്റിംഗ് അവിടെ നടത്തി. ഇന്ന് ആ ലെവലിൽ നമ്മൾ അത്രയും അതപ്പതിച്ച ഹോം മീറ്റിംഗ് നടത്തേണ്ട ആവശ്യമില്ല. ഞാൻ ചില ഹോം മീറ്റിങ്ങിൽ ചില വീടുകളിലൊക്കെ ചെന്ന് പണ്ട് പ്രൊഡക്റ്റ് ഒക്കെ സോഴ്സ് ചെയ്ത് തുടങ്ങിയ കാലത്തും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു. വീട്ടില് ബാത്റൂമിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടോയ്ലറ്റ് ക്ലീനർ എടുത്തുകൊണ്ട് വന്ന് ഹോം മീറ്റിങ്ങിൽ മുന്നിൽ കൊണ്ടുവയ്ക്കും. പകുതി മുക്കാല് തീർന്ന ടൂത്ത് പേസ്റ്റ് കൊണ്ട് മുന്നിൽ വെക്കും. സോപ്പ് കാണിക്കാൻ വേണ്ടി സോപ്പ് കേസോട് കൂടി അതിന്റെ മേലെ മുടിയൊക്കെ ഉണ്ടാവും. ആ മുടിയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ആ ടേബിളിന്റെ മേലെ വെച്ചിട്ട് ഹോം മീറ്റിംഗ് നടത്തി. ഇത്രയും അനാപത്തായിട്ടുള്ള പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്ത് പ്രോഡക്റ്റിനെ അപമാനിച്ചും കൊണ്ട് ഹോം മീറ്റിംഗ് ചെയ്യരുത്. ഹോം മീറ്റിംഗ് ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഷോറൂമിൽ നിന്ന് ബ്രാൻഡ് ന്യൂ കാറും ബ്രാൻഡ് ന്യൂ ടൂ വീലർ ഇറങ്ങുന്ന പോലെ വേണം നമ്മുടെ പ്രോഡക്റ്റ് ടേബിളിന്റെ മേലെ ഡിസ്പ്ലേ ചെയ്യാൻ. അപ്പൊ അതിന് പറ്റിയ ബിസിനസ് ബാഗ് ആയിരിക്കണം നമ്മളെ കയ്യിലുള്ളത്.
യു ഷുഡ് ലുക്ക് ലൈക്ക് എ ബിസിനസ് മാൻ. കേട്ടോ? അപ്പൊ അതാണ് നമുക്ക് ബേസിക്കലി വേണ്ടത്. അങ്ങനെ ഒരു ബിസിനസ് ബാഗ് നമ്മൾ സെറ്റപ്പ് ചെയ്യും. അതിനകത്ത് മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് ഉണ്ടാവണം, ന്യൂട്രിചാർജിന്റെ ആൽബം ഉണ്ടാവണം, ഗുഡ് ഡോട്ടിന്റെ ആൽബം ഉണ്ടാവണം, ഓയില് ഗാമ ഒറിജിനോൾ. ഇന്ന് ഗാമ ഒറിജിനോളിന്റെ ഒരു ടാർഗറ്റ് നടക്കുന്നു, 100 ഗാമ ഒറിജിനോൾ. കഴിഞ്ഞ ദിവസം നമ്മുടെ തമിഴ്നാട്ടിലെ ഡോക്ടർ ദിനേശ് ബാബു സാറിന്റെ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു. അമ്പരപ്പിക്കുന്ന ക്ലാസ് ആയിരുന്നു, പ്രൊഫഷണൽ പ്രസന്റേഷൻ. അദ്ദേഹത്തിന്റെ ഒരു ക്ലയന്റ്, അദ്ദേഹത്തിന്റെ ഒരു പേഷ്യന്റിന് എന്താണ് രക്തം തൊട്ടങ്ങോട്ട് ആനസില് ഏതാണ്ട് ഒരു 1.5 അടിയോളം പഴുപ്പ് കയറി കക്കൂസിൽ പോകുന്ന സമയത്ത് വേദന കൊണ്ട് പൊളയുക. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നമ്മുടെ ദിനേശ് ബാബു സാറിന്റെ അടുത്ത് അദ്ദേഹം വരുന്നത്. അപ്പൊ ദിനേശ് ബാബു സാർ അദ്ദേഹത്തിന് ഓയിൽ കുടിക്കാൻ അഡ്വൈസ് ചെയ്തു. അദ്ദേഹത്തിന് ഓപ്പറേഷൻ ഡിസൈഡ് ചെയ്ത് കേട്ടോ. ഏതാണ്ട് ഒരു 1.5 അടിയോളം അദ്ദേഹത്തിന്റെ ആനസിൽ നിന്നും ഏതാണ്ട് ഇൻറ്റെസ്റ്റൈൻ വരെ ഏതാണ്ട് 1.5 അടിയോളം മുറിക്കണം. മുറിച്ചിട്ട് അതിനെ ബൈപ്പാസ് ചെയ്ത് പുറത്തേക്ക് ഒരു സഞ്ചി പോലെ കെട്ടിത്തൂക്കും. എന്നിട്ട് ഈ സഞ്ചിയും കൊണ്ട് വേണം അദ്ദേഹം ഇനി ജീവിതത്തിൽ നടക്കാൻ. അദ്ദേഹം ഒരു വക്കീലാണ്. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് ദിനേശ് ബാബു സാറിന്റെ അടുത്ത് എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഓപ്പറേഷനൊക്കെ ഫിക്സ് ചെയ്തു, ഒരു രക്ഷയില്ല, അടുത്ത് പോകാൻ വയ്യ. അങ്ങനെയാണ് ദിനേശ് ബാബു സാർ, ഡോക്ടർ ദിനേശ് ബാബു, നിങ്ങളെ കണ്ടിട്ടുള്ളതാണ്, ഗാമ ഒറിജിനോളിന്റെ ട്രെയിനറാണ്. അദ്ദേഹത്തിന് ഗൈഡ് ചെയ്തു. രാവിലെ ഓയിൽ കുടിക്കാനും ഗാമ ഒറിജിനോൾ 3 നേരം, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം, ഒമേഗ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം, അതിന്റെ കൂട്ടത്തിൽ ഗിലോയ് തുളസി, അലോവേര ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മളെ ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ സജസ്റ്റ് ചെയ്തു. അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതം, മിറാക്കിൾ എന്ന് പറയുമല്ലോ, മിറാക്കിൾ. ഇന്ന് ആ വക്കീലിന് ഒരു ഓപ്പറേഷനിൽ ഒന്നുമില്ല. കുറച്ച് ദിവസം കൊണ്ട് അദ്ദേഹം ദിനേശ് ബാബു സാറിന്റെ പ്രസന്റേഷന്റെ, ഡോക്ടർ ദിനേശ് ബാബുവിന്റെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ അദ്ദേഹം വക്കീലിന് ഓരോ പ്രാവശ്യവും സ്കാൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്ന വ്യത്യാസം, സ്കാനിങ് റിപ്പോർട്ട്, വെറുതെ ഡയലോഗ് അല്ല, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്ന വ്യത്യാസം അദ്ദേഹം സ്കാൻ റിപ്പോർട്ട് ഇങ്ങനെ വെച്ച് അദ്ദേഹത്തിന് മെഡിക്കൽ റിപ്പോർട്ട് കാണിക്കുകയാണ്. ഏതാണ്ട് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് 1.5 അടി പഴുപ്പ് കയറിയത് മുറിച്ചു കളയണമെന്ന് പറഞ്ഞത് മെല്ലെ ഉണങ്ങി ഇന്ന് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്നു. ഇന്ന് അദ്ദേഹം കോർട്ടിൽ പോയി പഴയ പോലെ തന്നെ ഇന്ന് കേസുകൾ എടുത്തിട്ട് ഫയലുകൾ അദ്ദേഹം ഡീൽ ചെയ്യും. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗാമ ഒറിജിനോൾ. മിറാക്കിൾ അല്ലേ, മിറാക്കിൾ. നമുക്കത് പർച്ചേസ് ചെയ്യണമെങ്കിൽ 2500, 4000, 5000. കഴിഞ്ഞ ദിവസം ആരാ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ ഗാമ ഒറിജിനോളിന്റെ ആന്റി ഓക്സിഡന്റിന്റെ പവർ ഈ കൊളസ്ട്രോൾ തുടങ്ങിയിട്ടുള്ള ഈ ബ്ലഡ് സർക്കുലേഷൻ സ്ട്രീംസിലും ഈ വേരിക്കോസ് വെയിൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതൊരു സിംഗിൾ സ്പോട്ട് സൊല്യൂഷൻ ആണെന്ന് കേട്ടിട്ട് അമേരിക്കയിലുള്ള അദ്ദേഹത്തിന്റെ ഫാമിലി, ആരാണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, 8000 രൂപ കൊടുത്തിട്ടാണ് ഒരു 2 months കോഴ്സിന്റെ ക്യാപ്സ്യൂൾ വാങ്ങി. 8000 rupees, $100 കൊടുത്തിട്ടാണ് വാങ്ങിയത്. ആ സാധനമാണ് നമുക്ക് ഇവിടെ ഇന്ത്യയില് വെറും 400 രൂപയ്ക്ക് കിട്ടുന്നത്. ഇതാണ് TC ഛബ്രാജിയുടെ വിഷൻ, TC ഛബ്രാജിയുടെ ജെനുവിനിറ്റി. 10,000, 2,000, 5,000 രൂപയൊക്കെ വില വരുന്ന 10,000, 2,000, 3,000, 8,000 രൂപയൊക്കെ വരുന്ന സാധനം നമുക്ക് 10,000, 400, 500 രൂപയ്ക്ക് നമ്മുടെ മുന്നിലാവും. അത് ആ ഒരു പ്രോഡക്റ്റ് ആണ് നമുക്കിപ്പോ ടാർഗറ്റ് ആയിട്ട് നമുക്ക് ആസ് എ ടാർഗറ്റ്. 100 ഗാമ ഒറിജിനോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടറി വിസിറ്റിന് വെച്ച് 100, അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പൊ 100 ഗാമ ഒറിജിനോൾ ചെയ്യണേ എന്ത് ചെയ്യണം? ദിവസം രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു 5 ഗാമ ഒറിജിനോൾ നമ്മുടെ ബിസിനസ് ബാഗിൽ ഇട്ടേക്കുക. ഹലോ,
എത്ര ഗാമ ഒറിജിനോൾ? ഒരു 5 പാക്കറ്റ് ഗാമ ഒറിജിനോൾ നമ്മളെ ബിസിനസ് ബാഗിലിടുക. ഒരു 5 ഗാമ ഒറിജിനോളിലെ ലീഫ്ലെറ്റ്, അതിന്റെ ബുക്ക്ലെറ്റ് ഒരു 5 മലയാളത്തിലുള്ള ഗാമ ഒറിജിനോളിലെ ബുക്ക്ലെറ്റ് അവൈലബിൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കിട്ടും. നമ്മളെ ലീഡേഴ്സും ഒക്കെ ആയിട്ടൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അറേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ ലീഫ്ലെറ്റുകളും കാര്യങ്ങളും ഒക്കെ കിട്ടാനുണ്ട്. ആ ഒരു 5 ബിസിനസ് ബാഗിൽ നമ്മളെ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കിന്റെ കൂട്ടത്തിൽ വെക്കാം. ഒരു 2 ദിവസവും വെക്കുക. 2 അങ്ങനെ 2 ദിവസവും വിറ്റാൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് 100 വിൽക്കാം? കണക്കില് സ്കൂളിൽ പാസ്സായ ആരെങ്കിലും ഒരു ഉത്തരം പറയും. 50 ദിവസം. 50 ദിവസം. 2 ദിവസം. ഒന്ന് രാവിലെ, ഒന്ന് വൈകുന്നേരം. 2 പേരെ 3 പേരെ പോയി കാണുന്നു. ഗാമ ഒറിജിനോളിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട്, കൊളസ്ട്രോളിലും മറ്റുമൊക്കെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് അരിയുടെ തവിടിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ആന്റി ഓക്സിഡന്റ്. ജപ്പാൻ ലബോറട്ടറിയിൽ 101.3% പ്യൂരിറ്റി സർട്ടിഫൈ ചെയ്ത പ്രൊഡക്റ്റ്. പലതരത്തിലുള്ള നമ്മളെ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾക്കും 1 സ്റ്റോപ്പ് സൊല്യൂഷൻ, ഏറ്റവും പവർഫുൾ ആയിട്ട്. 2 50 ദിവസം കൊണ്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. 2 അതിന് 5 നമ്മൾ ബാഗിലിട്ടേക്കാം. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ചിലപ്പോൾ 5 ഒരു ദിവസം നമുക്ക് പോകും. ചിലപ്പോൾ അതിന്റെ അടുത്ത ദിവസം ഒന്നുപോലും പോയിക്കോളണം നിർബന്ധമില്ല. അപ്പൊ ആവറേജ് നമുക്കൊരു 2 ഒരു ദിവസം എന്ന നിലയ്ക്ക് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 5 വിത്ത് ആൽബം, ലീഫ്ലെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അത്രേ ഉള്ളൂ. അത് ആർസിഎമ്മിന്റെ ഏത് പ്രോഡക്റ്റും നമുക്ക് ഇതേപോലെ വിൽക്കാം. ഇന്ന പ്രോഡക്റ്റ് ഒന്നുമില്ല. ഇപ്പം കീസോളിന്റെ ഒരു സാനിറ്ററി കിറ്റ്, ഇന്റിമേറ്റ് വാഷ്, സാനിറ്ററി പാഡ്, അതേപോലെ അതിന്റെ കൂട്ടത്തിൽ കൊടുക്കേണ്ട ന്യൂട്രിചാർജ് വിമൺ, ഇതിന്റെ ഒരു ചെറിയ ഒരു കിറ്റ് PCOD തുടങ്ങിയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാം. പക്ഷെ അതിനെന്ത് വേണം? നമുക്ക് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള നോളജ് വേണം. ഇത് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് നമുക്കറിയണം. അങ്ങനെയുള്ള റിസൾട്ടുകളുടെ വീഡിയോസ് നമ്മൾ കളക്ട് ചെയ്യണം. ചില ലേഡീസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിലെ ചില ഗ്രൂപ്പ്സുകളിലൊക്കെ, അവർക്ക് കിട്ടിയ റിസൾട്ട് പറഞ്ഞ വീഡിയോസ് അത് പ്രത്യേകം കളക്ട് ചെയ്ത് ഇത് നമ്മളെ ഫോണ് ഫുള്ളായി കഴിഞ്ഞാൽ എല്ലാം കൂടി സെലക്ട് ഓൾ ഡിലീറ്റ് എല്ലാം പോയി. അങ്ങനെ ചെയ്യരുത്. ചില വീഡിയോസ് ഒക്കെ നമ്മൾ ചില സ്പെഷ്യൽ ഫയലുകൾ, RCM എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫയൽ ഉണ്ടാക്കി ആ വീഡിയോസ് അതിനകത്ത് സേവ് ചെയ്യണം. ആ ഫയൽ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള ജനറൽ ആയിട്ടുള്ളത് ഇങ്ങനെ ജനറൽ ആയിട്ട് കിടന്നോട്ടെ, അത് ജങ്ക് ഫയലിൽ ഇട്ടിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യുക, സെലക്ട് ഓൾ ഡിലീറ്റ്. അതിനകത്ത് ഏതെങ്കിലും സെലക്ടഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ RCMന്റെ ഒരു പ്രത്യേക ഫോൾഡർ ഉണ്ടാക്കണം. അത് ഇന്നത്തെ ഫോണിൽ, ആൻഡ്രോയിഡ് ഫോൺസിൽ എല്ലാ ഫെസിലിറ്റിയും പ്രത്യേക ഒരു RCMന്റെ പ്രത്യേക ഫോൾഡർ. അതിനകത്തേക്ക് നമുക്ക് PDF ഫയൽ വന്നിട്ടുണ്ടെങ്കിൽ, പവർ പോയിന്റ് വന്നാല്, വീഡിയോസ് വന്നാല് അതെല്ലാം ആ ഒരു ഫയലിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. എന്നിട്ട് ആ RCM ഫയല് നമ്മളടുത്ത് എപ്പോഴും ഉണ്ടാവണം. ഇപ്പൊ ഒരാൾ വീട്ടിൽ ചെന്നു, അയാൾ പറയാണ് എനിക്ക് സാറേ ഭയങ്കര കൊളസ്ട്രോളിന്റെ പ്രശ്നമാണ്, BP വല്ലാണ്ട് കൂടുതൽ കൺട്രോൾ വരുന്നില്ല. അപ്പൊ തന്നെ നമ്മൾ RCMന്റെ ആ ഫോൾഡർ ഓൺ ചെയ്യുന്നു, ആ വീഡിയോ തുറക്കുന്നു, നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുന്നു. ഇത് നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയതാണ്, സാർ ഒന്ന് ട്രൈ ചെയ്തോളൂ. അരിയുടെ തവിട് നിന്നുള്ള എക്സ്ട്രാക്ട് ആണ്, അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് നിന്നുള്ള എക്സ്ട്രാക്ട് ആണ് ഒമേഗ. സാർ ട്രൈ ചെയ്യൂ. ഒരു പ്രഗ്നന്റ് ലേഡി ഉള്ള ഒരു വീട്ടിൽ ചെന്ന സമയത്ത് നമുക്ക് DHA സജസ്റ്റ് ചെയ്യാം, DHA ട്വിസ്റ്റ് സജസ്റ്റ് ചെയ്യാം, ന്യൂട്രിചാർജ് കിഡ്സ് സജസ്റ്റ് ചെയ്യാം, ന്യൂട്രിചാർജ് വിമൻ സജസ്റ്റ് ചെയ്യാം. അപ്പൊ തന്നെ പ്രഗ്നന്റ് ലേഡിയുടെ വീട്ടിൽ ചെന്നു, അപ്പൊ തന്നെ നമ്മൾ ആ വീഡിയോ തുറക്കുന്നു, കേൾപ്പിച്ചു കൊടുക്കുന്നു. അത് ഉപയോഗിച്ചപ്പോ ആ ലേഡിക്ക് കിട്ടിയ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാനല്ല പറയുന്നത്, വീഡിയോ പറയും. നമ്മൾ ടൂൾസ് യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും ഒരാള് ഒരു ലാബിൽ ചെന്നു, അദ്ദേഹത്തിന്റെ മൂത്രപരിശോധനയ്ക്കായി. ഇത്തരം ബ്ലഡ്, രക്തം, മൂത്രം അങ്ങനെയൊക്കെയാണല്ലോ, കഫം ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ലാബിൽ ചെന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ രക്തം ഒക്കെ എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ചെറിയ ബോട്ടിൽ കൊടുത്തിട്ട് പറഞ്ഞു, സാറേ അപ്പുറത്ത് പോയി കഴിഞ്ഞാല് യൂറിൻ ലേശം വേണം. അങ്ങനെ അദ്ദേഹം ആ ബോട്ടിലുമായിട്ട് അവിടെ ചെന്നു.
എന്നിട്ട് കാലി ബോട്ടിലുമായിട്ട് തിരിച്ചു വന്നു. അപ്പൊ അവിടെ ഇരുന്ന് ലാബിലെ കുട്ടി ചോദിച്ചു, അല്ല സാറേ ഇതിനകത്ത് മൂത്രം കാണുന്നില്ലല്ലോ, യൂറിൻ എവിടെ? അതാണ് അവിടെ ബാത്റൂം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബാത്റൂമിലേക്ക് ഒഴിച്ചു. ഈ കൊണ്ടുപോയ ബോട്ടിലിനകത്ത് കളക്ട് ചെയ്തില്ല. ഇങ്ങനെയാണ് പല ആളുകളും ടൂൾസുകൾ ഉപയോഗിക്കുന്നത്. ഈ ബോട്ടിൽ എന്ന് പറഞ്ഞ ഒരു ടൂളാണ്. അദ്ദേഹത്തിന്റെ യൂറിൻ കളക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്ത ടൂളാണ് ഈ ബോട്ടിൽ. അത് അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ അറിയില്ല. അവിടെ പോയിട്ട് ഒഴിച്ചിട്ടേക്ക് പോകും. അപ്പൊ അദ്ദേഹത്തിന് യൂറിന്റെ റിസൾട്ട് കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ആ ടൂള് പ്രോപ്പർലി യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റുമായിട്ട് ഇങ്ങനെ നടക്കും. ടൂള് യൂസ് ചെയ്യാൻ അറിയാം. ടൂള് യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് എടുക്കാം. ടൂൾ യൂസ് ചെയ്യാൻ അറിയാം. അപ്പം നമ്മളെ ബിസിനസ് ബാഗിൽ എന്തുണ്ടാവണം? ടൂൾസ് അവൈലബിൾ ആയിരിക്കും. പ്രോഡക്റ്റും ഉണ്ടാവണം, ടൂൾസും ഉണ്ടാവണം. ഒരു വീട്ടിൽ ചെന്ന് കയറിയാൽ അവിടെ കൊടുക്കാൻ പാകത്തിൽ, കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കളക്ട് ചെയ്യാൻ പാകത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടൂൾ അവിടെ കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കൊടുക്കാൻ പറ്റണം. വെറും കൈയോടെ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോരാൻ പാടില്ല. പ്രോഡക്റ്റ് ഒന്നും വാങ്ങിയില്ലെങ്കിൽ സാർ ഈ ഗാമ ഒറിജിനോളുടെ ഈ ബുക്ക്ലെറ്റ് ഒന്ന് വായിച്ചോളൂ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഇതിലേക്ക് തന്നെ എനിക്ക് പോകാനുണ്ട്. ഒരു സുഹൃത്തിന്റെ വീട് നിന്ന് എനിക്ക് പോകാൻ സമയമില്ല. എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ടേ, ഞാൻ വെറുതെ അടിച്ചതാ. എനിക്ക് പോകാനുണ്ട്. അപ്പൊ ഞാൻ ആ പോകുന്ന വഴിക്ക് ഞാൻ അടുത്ത പ്രാവശ്യം കളക്ട് ചെയ്തോളൂ. സാർ ഈ ഗാമ ഒറിജിനോളൊക്കെ ഒന്ന് വായിക്കുക. കാരണം ആ സാറിന് ഇത് വളരെ അത്യാവശ്യം വരും. ഇന്ന് ഞാൻ പറഞ്ഞത് സാറിന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് സംശയം. ഈ ബുക്ക് ഒന്ന് വായിച്ചോളൂ. ഞാൻ 2 ദിവസം കഴിയുമ്പോൾ വാങ്ങിച്ചോളാം. ഒന്നും പ്രശ്നമാക്കണ്ട. അദ്ദേഹം 2 ദിവസം ആ ഗാമ ഒറിജിനോളുടെ ബുക്ക്ലെറ്റ് ഒക്കെ വായിക്കുന്നു. അതിനകത്ത് വളരെ വിശദീകരിച്ച് ഇത് എക്സ്ട്രാക്ഷൻ മെത്തേഡും കാര്യങ്ങളും ഒക്കെ, സ്ട്രാറ്റജി ഒക്കെ വായിക്കുന്നു. അദ്ദേഹം ഇത് വാങ്ങിക്കാൻ വേണ്ടി തയ്യാറാവും. സോ സിമ്പിൾ. നമ്മൾ ആർ സി എം ഈസ് വെരി സിമ്പിൾ. ബട്ട് ഇത് എങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഈസി അല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതെത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റും ഉണ്ടാവില്ല, നമ്മുടെ കയ്യിൽ ടൂൾസും പ്രോപ്പർലി ഉണ്ടാവില്ല. We do this RCM unprofessionally. അൺപ്രൊഫഷണൽ വേയിൽ ചെയ്യുമ്പോൾ നമുക്കിത് വലിയ പ്രശ്നമാണ്. പണ്ട് നമ്മുടെ വട്സർ ഒരു സ്റ്റോറി പറയായിരുന്നു. അദ്ദേഹത്തിന്റെ പഴയ കാസറ്റിലുള്ള ഒരു കഥയാണ്. 4 പേര് പോകുന്ന വഴിക്ക് അവരുടെ കാറ് കേടായി. കാറിന്റെ ടയർ പഞ്ചറായി. അപ്പൊ ടയർ പഞ്ചറായി കഴിഞ്ഞപ്പോ ടയർ മാറ്റണം. അപ്പൊ അവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 3 പേരും കൂടി നിങ്ങൾ കാറ് പൊക്കി പിടിച്ചു നിന്നോ. കാറിന് ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ ലിഫ്റ്റ് ചെയ്തോ, പൊക്കിക്കോ. നിങ്ങൾ 3 പേരും കൂടി പൊക്കിയ കാറ് പൊങ്ങുമല്ലോ. അപ്പൊ കാറ് പൊക്കി പിടിച്ചോ, ഞാൻ ഇത് എങ്ങനെയെങ്കിലും ഒക്കെ കല്ലോ കട്ടയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ അതിന്റെ നട്ടൊക്കെ അടിച്ച് ഊരി എടുക്കാം. അങ്ങനെ ഇവര് 3 പേരും കൂടി പൊക്കുന്നു. ഇയാളെ ഒരു കരിങ്കല്ലിന്റെ കഷ്ണം സൈഡിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നു. ആ ബോൾട്ടിലൊക്കെ ഇട്ട് ഇടിച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ കൂടി ഒരു വഴിപോക്കൻ ഇങ്ങനെ നടന്നു പോവുക. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങളിത് എന്തായി ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു, ടയർ പഞ്ചറിയ, ടയർ മാറ്റണം. അല്ല, ടയർ മാറ്റണമെങ്കിൽ ആ ജാക്ക് ഫിറ്റ് ചെയ്താൽ പോരെ. അത് ശരിയാണല്ലോ. ജാക്ക് ഫിറ്റ് ചെയ്താൽ മതിയല്ലോ, ജാക്ക് ഉണ്ട്. അപ്പൊ ജാക്ക് ഡിക്കി കിടക്കുക. അപ്പൊ ജാക്ക് എടുത്തുകൊണ്ട് വന്ന് ജാക്ക് അയാള് ഫിറ്റ് ചെയ്തു. അയാൾ പിന്നെ കരിങ്കല്ലെടുത്ത് ഇടിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ 3 പേര് റിലീഫായി. 3 പേർക്ക് ഇനിയിപ്പം വലിയ പണിയൊന്നുമില്ല, അവര് മാറി. ഇയാൾ ഈ കരിങ്കല്ലിന്റെ കട്ട എടുത്ത് വീണ്ടും ബോൾട്ടിൽ അടിക്കാൻ പോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇത് പരിപാടിയാണ് ചെയ്യുന്നത്. സ്പാനർ ഇല്ലേ, ഒരു ടൂൾ ബോക്സ് ഇല്ലേ, ആ ടൂൾ ബോക്സിന്റെ ഡിക്കിയിലുണ്ട്. അതിന് ടൂൾ ബോക്സ് എടുത്തു വന്നതിന് അതിനകത്ത് അതിന്റെ വേണ്ട സ്പാനറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്പാനർ വെച്ച് തിരിക്കേണ്ടതിന് പകരം ഇയാൾ കരിങ്കല്ലിന്റെ കട്ട എടുത്ത് ഇടിക്കുകയാണ്. ഇങ്ങനെ RCM ചെയ്യുന്ന എത്ര പേരുണ്ടെന്നറിയാം. പ്രോപ്പർലി ടൂൾസ് യൂസ് ചെയ്യാതെ ആളുകളെ മെനക്കെടുത്തി ഉന്തി തള്ളി കഷ്ടപ്പെട്ട് വിയർത്ത് കുളിച്ച് 1 വർഷം 2 വർഷം മെനക്കെട്ട് ഓടി അവസാനം വരുമാനമില്ലാണ്ട്, സാറേ ഞാൻ കുറേ ശ്രമിച്ചു, കുറേ ആളുകളെയൊക്കെ ചേർത്ത്, പക്ഷെ അങ്ങോട്ട് എന്താണെന്നറിയില്ല, അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ട് മൂവ് ആവുന്നില്ല. ഇയാൾ ഈ കട്ടയൊക്കെ ഇടിച്ച ടയറൊക്കെ പൊട്ടിച്ച് വല്ല ആവശ്യമുണ്ടോ? ടൂൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡു ഇറ്റ് മോർ ഈസിലി. കൂടുതൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്,
ടൂൾസ് യൂസ് ചെയ്യാൻ അറിയണം, ടൂൾസ് നമ്മളെ കയ്യിൽ ഉണ്ടാവണം. അപ്പൊ എന്തൊക്കെ ടൂൾസ് നമുക്ക് RCMൽ ഉണ്ട് എന്ന് നമുക്ക് അറിയണം. അത് നമ്മൾ പിക്കപ്പ് സെന്ററുകളിൽ നിന്നും കളക്ട് ചെയ്യണം. നമ്മളെ ബിസിനസ് ബാഗ് ഫസ്റ്റ് ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും യു ഷുഡ് ഹാവ് എ ബിസിനസ് ബാഗ്. ഞാനും ബാബു സാറൊക്കെ ഞങ്ങൾ എയർഫോഴ്സിൽ ഉണ്ടായിരുന്നപ്പോ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടെമ്പററി ഡ്യൂട്ടി പറഞ്ഞായി. ബാബു സാറൊക്കെ എത്രയോ ടെമ്പററി ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്, ഞാൻ എത്രയോ പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒരു ബാഗ് എപ്പോഴും റെഡിയാ, ഒരു ബാഗ് റെഡി ആയിരിക്കും. അതിനകത്ത് രണ്ട് സെറ്റ് ഓഫ് എന്താണ് ടൂൾസ് നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ടൂത്ത് പേസ്റ്റും ബ്രഷും ഷൂസ് തുടങ്ങിയിട്ടുള്ള ഒരു സെറ്റ് ആ ട്രാവൽ ബാഗിനകത്ത് എപ്പോഴും റെഡിയാ. കാരണം ചില സാധനങ്ങൾ ഷേവിങ്, ഇങ്ങനെ താടിയൊന്നും വെച്ച് എയർഫോഴ്സിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ട ഷേവിങ് കിറ്റുകള്, അതിന് വേണ്ട ക്രീംസ്, കാര്യങ്ങളെല്ലാം ആ ബാഗിനകത്ത് ഒരു സെറ്റ് ഓഫ് ടൂൾസ് എപ്പോഴും റെഡി ആയിരിക്കും ഫോർ ട്രാവൽ. പിന്നെ ഞങ്ങൾ യൂണിറ്റിലുള്ള സമയത്ത് യൂസ് ചെയ്യാനുള്ള ഷേവിങ്ങും അതും ഇതും എന്താണ് ഷൂ പോളിഷ് ചെയ്യാനുള്ളതും ബ്രഷും ഇതൊക്കെ ഒരു സെക്കൻഡ് സെറ്റ് ഓഫ് ടൂൾസ് വേറെ നമ്മളെ കബോർഡിൽ ഉണ്ടാവും. അപ്പൊ ബാബു സാറിനോട് അറിയാം, ബാബു സാറിന് ചിലപ്പോൾ അത് ഓർമ്മയുണ്ടാവും. രണ്ട് സെറ്റ് ഓഫ് ടൂൾസ്. ഈ ട്രാവൽ ബാഗിനകത്ത് അഡീഷണൽ സെറ്റ് ഓഫ് ഐറ്റംസ് വെക്കാനുള്ളതിന്റെ കാരണം എപ്പോഴാണ് ഇവര് ചലോ പാക്ക് യുവർ ലഗേജ്, ടേക്ക് യുവർ യൂണിഫോം ആൻഡ് ഗെറ്റ് ഓൺ ടു ഇന്ന ഓപ്പറേഷണൽ യൂണിറ്റ് ജോധ്പൂർ രാജസ്ഥാൻ ബോർഡർ ഇന്നോട് അവിടേക്ക് പോയിക്കോന്ന് പറയും. ഞങ്ങള് എയർഫോഴ്സിലല്ലേ, നമുക്ക് പിന്നെ നോ പറയുന്ന പരിപാടി ഇല്ലല്ലോ. ഒബേ ദി ഓർഡർ, ദാറ്റ്സ് ഓൾ. ഇറങ്ങാ ഓടുക. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് മറന്നു പോയാൽ പിന്നെ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് യൂണിറ്റിലേക്ക് പിന്നെ ഷേവ് ചെയ്യാതെ പോകാൻ പറ്റില്ല, പോളിഷ് ചെയ്യാണ്ട് പോകാൻ പറ്റില്ല. പലതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഒരു സെറ്റ് ഓഫ് സാധനം ആ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്ന പോലെ നമ്മുടെ വീട്ടിൽ RCMന്റെ ഒരു ബിസിനസ് ബാഗ് ഫുള്ളി ലോഡഡ്. അതിനകത്ത് പ്ലാൻ ബുക്ക് എല്ലാം അതിനകത്ത് ലോഡഡ് ആയിരിക്കണം. രാവിലെ അതിനകത്തേക്ക് അത്യാവശ്യത്തിനുള്ള പ്രൊഡക്റ്റുകൾ അങ്ങോട്ട് ഇടുന്നു, ഈ ബാഗ് എടുക്കുന്നു, നമ്മൾ ആളുകളെ കാണാൻ വേണ്ടി പോകുന്നു. 4 STP ആണ് നമ്മൾ RCMൽ ഫോളോ ചെയ്യേണ്ടത്. STP 4. സീ ദ പീപ്പിൾ. ഫസ്റ്റ് STP എന്താണ്? സീ ദ പീപ്പിൾ. ആളുകളെ കാണണം. നമ്മൾ RCMൽ ചെയ്യേണ്ട ഏറ്റവും ബേസിക്, നമ്മൾ എത്ര പിന്നിൽ വളർന്നു കഴിഞ്ഞാൽ, ഞാൻ റൂബി ആണോ, ഞാൻ സ്റ്റാർ റൂബി ആണോ, ഒന്നും ഇവിടെ പ്രശ്നമില്ല. കീപ് സീയിങ് ദ പീപ്പിൾ. സീ ദ പീപ്പിൾ. STP നമ്പർ 1. സീ ദ പീപ്പിൾ. ആളുകളെ കാണും. ആളുകളെ കണ്ടുകൊണ്ടേയിരിക്കണം. നമ്മുടെ RCMലുള്ള എന്ത് പ്രശ്നത്തിൽ, RCMൽ നമുക്ക് വരുന്ന എന്ത് പ്രശ്നത്തിനും ഒറ്റമൂലി എന്താണെന്നറിയാം. ബാബു സാറേ, ഞാൻ ഇന്ന് ആ ഒറ്റമൂലി പറഞ്ഞു കൊടുക്കാൻ പോകാം. നമ്മൾ RCMലുള്ള എന്ത് പ്രശ്നത്തിനും ഒരു ഒറ്റമൂലി ഉണ്ട്. സ്പോൺസർ 1 more person. ഒരാളെയും കൂടി സ്പോൺസർ ചെയ്യാം. ഞാൻ കുറെ ആളുകളെ കൊണ്ടുവന്നു സാർ, ഐ വിൽ വർക്ക് ചെയ്യുന്നില്ല. സ്പോൺസർ 1 more. സാറേ, ഞാന് ഒരു പിക്കപ്പ് സെന്റർ തുറന്നു, ആ പിക്കപ്പ് സെന്ററിൽ ശരിയായിട്ട് അങ്ങോട്ട് ടേൺ ഓവർ വരുന്ന ആ പിക്കപ്പ് സെന്ററുകാരൻ എന്നോട് സഹകരിക്കുന്നില്ല. സ്പോൺസർ 1 more person. എന്റെ അപ്ലൈൻ എന്നോട് സഹകരിക്കുന്നില്ല. സ്പോൺസർ 1 more person. എന്ത് RCMൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന്റെ സൊല്യൂഷനാണ് സ്പോൺസർ 1 more person. ഒരാളെയും കൂടി RCMലേക്ക് കൊണ്ടുവരിക. അപ്പൊ അതിനെന്ത് വേണം? നമ്പർ 1 STP, സീ ദ പീപ്പിൾ. ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ട രണ്ടാമത്തെ STP എന്താന്ന് ചോദിച്ചാൽ, ഷെയർ ദ പ്രൊഡക്റ്റ്. സെല്ലല്ല കേട്ടോ, സെല്ലല്ല, ഷെയർ ദ പ്രൊഡക്റ്റ്. പ്രോഡക്റ്റിന്റെ ഇൻഫർമേഷൻസ്, എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു. ഞാൻ ന്യൂട്രിചാർജ് വിമൺ യൂസ് ചെയ്തു, എനിക്ക് കിട്ടിയ മാറ്റങ്ങൾ. ഞാൻ ന്യൂട്രിചാർജിന്റെ ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റിൽ കൊണ്ട് കറി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. ഞാൻ RCMൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് പറയുന്നതിനെയാണ് ഷെയറിംഗ് എന്ന് പറയുന്നത്. ഷെയറിങ്ങിന് കിട്ടുന്ന റിസൾട്ട് ആണ് സെയിൽസ്. സെയിൽസിൽ നിന്നാണ് നമുക്ക് PV വരിക. ആ PVയിൽ നിന്നാണ് നമുക്ക് വളർച്ച കിട്ടുക. അപ്പൊ സെയിൽസ് കിട്ടണമെങ്കിൽ ഞാൻ RCMന്റെ പ്രോഡക്റ്റ് വിൽക്കുകയല്ല വേണ്ട. ഐ ഷുഡ് നോട്ട് സെൽ ദ പ്രോഡക്റ്റ്, ഐ ഷുഡ് ഷെയർ ദ പ്രോഡക്റ്റ്. ഷെയർ മൈ എക്സ്പീരിയൻസ്.
എനിക്ക് ആ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടിയ അനുഭവം, ഗാമ ഒറിജിനോൾ വിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഗാമ ഒറിജിനോൾ വിൽക്കാൻ പോകാൻ പാടില്ല. ഞാൻ ഗാമ ഒറിജിനോളിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഞാൻ ഷെയർ ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഷെയർ ദ എക്സ്പീരിയൻസ്, ഷെയർ ദ റിസൾട്ട്. ഇപ്പൊ മുന്നിലിരിക്കുന്ന ആൾ അതിന്റെ ആവശ്യക്കാരനായിട്ട് മാറും, അയാൾ വാങ്ങിക്കോളും. വാങ്ങാൻ പറയേണ്ട ആവശ്യമില്ല. അയാളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതിനെയാണ് ഷെയർ ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഷെയറിങ് മൈ എക്സ്പീരിയൻസ്. ഞാൻ പ്രോഡക്റ്റ് ഷെയർ ചെയ്യല്ല ചെയ്യുന്നത്, ആക്ച്വലി ഐ എം ഷെയറിങ് മൈ എക്സ്പീരിയൻസ്. ആൻഡ് വെൻ ഐ ഷെയർ ദ എക്സ്പീരിയൻസ്, ദ റിസൾട്ട് ഈസ് സെയിൽസ്. സെയിൽസ് എനിക്ക് PV തരും. PV വിൽ ഗിവ് മീ മൈ ഗ്രോത്ത് ഇൻ ദ ബിസിനസ് ഓർ മണി. സോ നമ്പർ 1 STP, സീ ദ പീപ്പിൾ. ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് STP ഈസ് ഷെയർ ദ പ്രോഡക്റ്റ്. മൂന്നാമത്തെ STP എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പ്രോഡക്റ്റ് ഒന്നും ഇങ്ങനെ വിറ്റോണ്ടിരിക്കാൻ പാടില്ല. ചില ആളുകളെ ഞാൻ ന്യൂട്രിചാർജ് കണ്ടിട്ടുണ്ട്, കീസോളിൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വിറ്റ് നടന്നുകൊണ്ടിരിക്കും. 5000 PV, 10000 PV, 25000 PV. ഗാമ ഒറിജിനോട് കൊടുത്ത ഗാമ ഒറിജിനോട് ഇങ്ങനെ വിറ്റ് നടക്കും, ഇങ്ങനെ സെയിൽസ് ചെയ്ത് നടക്കണം. സോറി, RCM എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൽ നമുക്ക് വളർച്ച വേണമെങ്കിൽ ഇങ്ങനെ വിറ്റ് നടന്നിട്ട് കാര്യമില്ല. ദാറ്റ്സ് ഓൾ ടെമ്പററി ബിസിനസ്, ടെമ്പററി ഇൻകം അല്ലെങ്കിൽ ആക്റ്റീവ് ഇൻകം. നമ്മൾ RCMന്റെ പ്രോഡക്റ്റ് വിൽക്കുന്നിടത്തോളം കാലം നമുക്ക് വരുമാനം കിട്ടും. ദാറ്റ്സ് ഓൾ ആക്റ്റീവ്. നമ്മൾ RCMൽ വന്നിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഫോർ ആക്റ്റീവ് ഇൻകം. വി ആർ ഇൻ RCM ഫോർ പാസീവ് ഇൻകം, ലോങ് ടേം ഇൻകം. നമുക്ക് ലോങ് ടേമിൽ ഫോർ ജനറേഷൻസ്, 7 തലമുറയ്ക്ക് വരുമാനം വരും. ഫോർ ദാറ്റ് മൂന്നാമത്തെ STP, പ്രോഡക്റ്റുകൾ വിറ്റ് സെയിൽസ് ചെയ്ത് ഷെയർ ചെയ്ത് വിറ്റതിന് ശേഷം പ്രോഡക്റ്റുകൾ 1, 2, 3 പ്രാവശ്യം വാങ്ങിയ ആൾക്കാരെ മൂന്നാമത്തെ STP, സ്പോൺസർ ദ പ്രോസ്പെക്ട്. പ്രോസ്പെക്ട്സ്, നമ്മൾ കൊടുത്ത ആളുകളെ, നമ്മളെ കസ്റ്റമേഴ്സിനെ ഞാൻ RCMന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. ദേ ഷുഡ് ബിക്കം RCM ഡിസ്ട്രിബ്യൂട്ടർ. RCMന്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാത്ത ആളുകളെ ദയവ് ചെയ്ത് സ്പോൺസർ ചെയ്യരുത്. ഇടിച്ച് പിടിച്ച് വലിച്ച് RCMന്റെ ഉള്ളിൽ ആളുകളെ കൊണ്ടിടരുത്. അവിടെ എല്ലാം ഫിൽട്ടർ ഔട്ട് ആയി പോകും, വാഷ് ഔട്ട് ആയി പോകും. ഷെയർ ദ പ്രോഡക്റ്റ് മൂന്നാമത്തെ പ്രയോറിറ്റി അല്ലെങ്കിൽ മൂന്നാമത്തെ STP ആണ്. ആഫ്റ്റർ യൂസിങ് ദ പ്രോഡക്റ്റ് വൺസ്, ട്വൈസ്, ത്രൈസ്, 3 പ്രാവശ്യം കൊടുത്തതിന് ശേഷം അവരെ ഞാൻ സ്പോൺസർ ചെയ്യും. സ്പോൺസർ ദ പ്രോസ്പെക്ട്. ദാറ്റ് ഈസ് ദ തേർഡ് STP. നാലാമത്തെ STP, ഞാൻ ഒരാളെ പ്ലാൻ പറഞ്ഞ് പ്രോഡക്റ്റ് കൊടുത്ത് സ്പോൺസർ ചെയ്ത് RCMന്റെ ഉള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാലാമത്തെ STP എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ ഫസ്റ്റ് S ആണ്, സിസ്റ്റം. ഞാൻ അദ്ദേഹത്തിനെ സിസ്റ്റത്തിനുള്ളിൽ കൊണ്ടുവരാം. സിസ്റ്റം മീൻസ് എല്ലാ മാസവും അദ്ദേഹം പ്രോഡക്റ്റ് ഉപയോഗിക്കും, 100% പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരാളായി മാറണം. 100% പ്രോഡക്റ്റ് യൂസറായിട്ട് മാറണം. ഇങ്ങനെയുള്ള സൂം സെഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ വന്ന് അറ്റൻഡ് ചെയ്യണം, കാര്യങ്ങൾ പഠിക്കണം. പഠിക്കാൻ ധാരാളം ഉണ്ട് RCMല്. ന്യൂട്രിചാർജ് പഠിക്കാനുണ്ട്, കീസോൾ കോസ്മെറ്റിക്സ്, കോസ്മെറ്റോളജി എന്ന് പറയുന്ന ഒരു സംഭവം എത്രയോ വർഷങ്ങൾ കൊണ്ട് പഠിക്കേണ്ടതാണ്. ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഡയറ്റീഷ്യനിസ്റ്റ്, ന്യൂട്രീഷനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാർ എത്രയോ വർഷങ്ങൾ പഠിച്ചിട്ടാണ് അവർക്കൊക്കെ തൊഴിൽ കിട്ടുന്നത്. 10,000-30,000 രൂപയൊക്കെ വരുമാനം. നമുക്കതൊക്കെ ഒരു പ്രോഡക്റ്റ് റേഞ്ചാണ്. ന്യൂട്രിചാർജ് ഒരു റേഞ്ചാണ്. വെറും ഷൂ ചപ്പൽ മാത്രം വിറ്റ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. വെറും ഷൂവും ചപ്പലും മാത്രം. നമുക്കതൊരു റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ആണ്. വെറും സ്റ്റേഷനറി, ബുക്ക്, പെന്ന്, പെൻസിൽ തുടങ്ങിയ സ്കൂൾ ബാഗ്, സ്കൂൾ ഷൂസ് മാത്രം വിറ്റ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കതല്ല ഒരു റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ റേഞ്ച് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്, ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഈ പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ ഈ സൂമിന്റെ സെഷൻസ്, നമുക്ക് എല്ലാവരുടെ വീട്ടിൽ പോയി പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ അവർക്ക് വീട്ടിലിരുന്ന് പഠിക്കാം ത്രൂ ഓൺലൈൻ. ഇങ്ങനത്തെ പ്രോഗ്രാമിൽ അവരെ അറ്റൻഡ് ചെയ്യിക്കണം. രാവിലെ 6 മണി തൊട്ട് രാത്രി 11 മണി വരെ ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും 8:45 ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 11 മണിക്ക് ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:15 ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ്സുകളിൽ അവരെ അറ്റൻഡ് ചെയ്യണം. അത് കൂടാതെ ബിൽവാലയിൽ നിന്ന് കമ്പനിയുടെ മാനുഫാക്ചറേഴ്സ് അവര് തരുന്ന പ്രോഗ്രാംസ് ഉണ്ട്. ഇതിലെല്ലാം നമ്മൾ ഇവരുടെ ലിങ്ക് അയച്ചിട്ട് അവരോട് ഏതെങ്കിലും ഒരു ദിവസം, എല്ലാ ദിവസം മുഴുവനും രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്ന് പഠിക്കണ്ട. സോറി അത് ചെയ്യല്ലേ. ഏതെങ്കിലും ഒരു പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അവർക്ക് അതിന്റെ ലിങ്ക്, അതിന്റെ സമയം, ഇതിനെയാണ് പറയാ സിസ്റ്റം. ഞാൻ പോലും അറിയാതെ എന്റെ ടീമിലുള്ള ആളുകൾ അവിടെ പോയി പഠിച്ചോളൂ.
എല്ലാ ദിവസവും 11 മണിക്കും 7 മണിക്കും 9 മണിക്കും ഒക്കെ പ്രോഗ്രാം ഉണ്ട്, അതിന്റെ എല്ലാം ലിങ്ക് ഇതാണ് എന്ന് പറഞ്ഞ് അവർക്ക് എഴുതി അവരുടെ ബുക്കിൽ വരച്ച് കാണിച്ചു കൊടുക്കണം. അവർ പോയി പഠിച്ചോളും ഫിസിക്കൽ. അതേപോലെ 27-ാം തീയതി ബാബുജി തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞു, രാജഗിരി ഓഡിറ്റോറിയത്തിൽ 27th യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം. മീറ്റിങ്ങിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മീറ്റിംഗ് ഫോക്കസ് ചെയ്യാത്ത ആളുകൾക്കൊന്നും വളർച്ചയില്ല. മീറ്റിംഗിലാണ് ആളുകൾ ലീഡർഷിപ്പ് എടുക്കുക. അതറിയോ? മീറ്റിംഗിൽ മാത്രമേ ആളുകൾ ലീഡർഷിപ്പ് എടുക്കുള്ളൂ. ഞാൻ ഒരാളെ സ്പോൺസർ ചെയ്ത് വീട്ടിൽ വിട്ടാൽ അയാൾ എന്നും കസ്റ്റമർ ആയിരിക്കും. അയാൾ കഷ്ടപ്പെട്ട് മരിക്കും. അതിനാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. അയാൾ ചിലപ്പോ 1500 2500 PV ഒക്കെ ചിലപ്പോൾ ചെയ്തേക്കും. അതൊന്നും ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഹി വിൽ നെവർ ടേക്ക് ലീഡർഷിപ്പ് until and unless he is the part of a meeting. അപ്പൊ എന്തിനാണ് ഒരാൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്? എന്തിനാണ് മൂർത്തി സാർ ഇത്രയും എഫേർട്ട് ഇട്ട്, ബാബു സാറും നമ്മളെ കേരളത്തിലെ സീനിയർ ലീഡേഴ്സ് എല്ലാം ഇത്രയും മെനക്കെട്ട് രാജഗിരി എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ 10,000 2500 3000 ആളുകളെയൊക്കെ കൂട്ടി കേരളം മുഴുവനും പബ്ലിസിറ്റി കൊടുത്ത് ഈ 27-ാം തീയതി, ഈ 27 നിങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തീരുമാനിക്കണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ടീമിൽ നിന്നും ഒരു ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഇനാക്റ്റീവായിട്ട് അല്ലെങ്കിൽ പോസിബിലിറ്റി പൊട്ടൻഷ്യൽ ഉള്ള ഒരു 4-5 പേരെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി അവിടെ ഇരുത്തണം. മീറ്റിംഗ് ഒരാളെ ഇന്റേണലി ട്രാൻസ്ഫോം ചെയ്യും. ഒരു മനുഷ്യനെ ഇന്റേണലി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്ത്? മീറ്റിംഗ്സ്. അദ്ദേഹം ഒരിക്കലും വീട്ടിലിരുന്ന് ട്രാൻസ്ഫോം ആവില്ല. നിങ്ങൾ എന്നും പറയും എനിക്ക് ലീഡർ ഇല്ല, എനിക്ക് ലീഡർ ഇല്ല, എനിക്ക് ലീഡർ ഇല്ല. നിങ്ങൾക്ക് ലീഡർ വരണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫോക്കസ് മീറ്റിംഗ്സ്. 27-ാം തീയതി രാജഗിരിയിൽ നടക്കുന്ന പ്രോഗ്രാം മാത്രമല്ല, ഇനി അങ്ങോട്ട് RCMൽ വരുന്ന ഓരോ മീറ്റിംഗ്സിലും നമ്മൾ ഇമ്പോർട്ടൻസ് കാണിക്കണം. നമ്മൾ ടീമിൽ വരുന്ന ആളുകളെ നിർബന്ധമായിട്ട്, അവർ വരില്ല, ചെറിയ കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് കരയും, അച്ഛാ അമ്മ എനിക്ക് പോണ്ട പറയും. നമ്മൾ അവരെ അടിച്ച് പിടിച്ച് തള്ളി ഉന്തി സ്കൂളിൽ കൊണ്ടുപോകും. 1 പ്രാവശ്യം 2-3 പ്രാവശ്യമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ പോയിക്കോളും. ഇങ്ങനെ നമ്മളെ ടീമിൽ വരുന്ന ആളുകൾ മുടിയും താടിയൊക്കെ നരച്ച് 10-60 വയസ്സായ ആൾക്കാരൊന്നും നോക്കണ്ട. RCMലൊക്കെ അവർ ചെറിയ പിള്ളാ അവരൊക്കെ ഉന്തി തള്ളി കൊണ്ടുവന്ന് മീറ്റിംഗിൽ ഇരുത്തണം. അവരൊക്കെ LKG UKG പിള്ളേരാണെന്ന് കൺസിഡർ ചെയ്താൽ മതി. വയസ്സ് ചിലപ്പോൾ 70 വയസ്സൊക്കെ ഉണ്ട്. എന്നെ മാതിരി തന്നെ താടിയൊക്കെ ചിലപ്പോൾ അവരുടെ നരച്ചതൊക്കെ ആയിരിക്കും. പക്ഷെ അവരെല്ലാം RCMൽ എന്താണ്? പിള്ളേരാണ്. അവരെയൊക്കെ ഉന്തി തള്ളി കൊണ്ടുവന്ന് ഈ മീറ്റിംഗ്സിൽ ഇരുത്തണം. അവിടെ ഇരുന്ന് കഴിയുമ്പം അവർ ട്രാൻസ്ഫോം ആവും. അവരെന്തായിട്ട് ട്രാൻസ്ഫോം ആവും? സാധാരണ കസ്റ്റമേഴ്സ് ലീഡറായിട്ട് ട്രാൻസ്ഫോം ആവും. അങ്ങനെ ട്രാൻസ്ഫോം ആവുന്ന സ്ഥലമാണ് മീറ്റിംഗ്സ്. 27-ാം തീയതി ബാബുജി തുടക്കത്തിലേ പറഞ്ഞു. ഇനി അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ബാബുജി പറയും. ടിക്കറ്റ് കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇപ്പൊ തന്നെ, ഇന്ന് രാത്രി തന്നെ ലീഡറിനെ വിളിക്കുക, ഒരു 5 ടിക്കറ്റ് ബുക്ക് ചെയ്യുക. നിങ്ങളുടെ ടീമിൽ അവിടെ ഇവിടെയൊക്കെ വീട്ടിലൊക്കെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ പോക്കി കൊണ്ടുപോയി ആ രാജഗിരി ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ കൊണ്ട് തള്ളിയാൽ അവര് പുറത്തേക്ക് വരുന്നത് വേറൊരു മനുഷ്യനായിട്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സിസ്റ്റം. സോ 4ാമത്തെ STPയുടെ ഫസ്റ്റ് S ആണ് സിസ്റ്റം. സിസ്റ്റത്തിലേക്ക് നമ്മുടെ ടീമിലുള്ള ആളുകളെ അറ്റാച്ച് ചെയ്യണം. 2ാമത്തേതാണ് ട്രെയിനിങ്സ്. എക്സ്ക്ലൂസീവായിട്ട് നമ്മളെ പ്രോഡക്റ്റ് ട്രെയിനിങ്സ് ഉണ്ട്, സിസ്റ്റം ട്രെയിനിങ്സ് ഉണ്ട്. ഓരോ പ്രോഡക്റ്റിന്റെയും ഡിഫറെന്റ് മോഡ്യൂൾസ് പല സമയത്തായിട്ട് നടക്കുന്നുണ്ട്. അതിലെല്ലാത്തിലും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ അതിലേക്ക് കണക്ട് ചെയ്യണം. എവിടെയെല്ലാം ട്രെയിനിങ്സ്, LDP പ്രോഗ്രാംസ്, ട്രെയിനിങ്സ് ഒക്കെ നടക്കുന്നത്, ട്രെയിനിങ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് തേർഡ് വൺ ST പറഞ്ഞല്ലോ. S is for the system, T is for the training, and P is for persistence. Persistence എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് പ്രശ്നങ്ങൾ, ചാലഞ്ചസ് വന്നു കഴിഞ്ഞാലും ബി ഫോക്കസ്ഡ് ഓൺ യുവർ ഗോൾ. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം. ഫോക്കസ് ഓൺ യുവർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ്സിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. സോ ബി കൺസിസ്റ്റന്റ്ലി ഫോക്കസിങ് ഓൺ യുവർ ഗോൾ. അതിനാണ് പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ തീരുമാനിച്ച ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെ നമ്മൾ അത് കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ എഫേർട്ട്,
അത് കൺസിസ്റ്റന്റ് ആയിട്ട് 5 വർഷമോ 10 വർഷമോ നമ്മൾ നിൽക്കും തീരുമാനിച്ചാൽ അത് കിട്ടിയിട്ടേ ഞാൻ അടങ്ങുള്ളൂ. ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ആളുകൾക്ക് എല്ലാം ആവശ്യ. ഇപ്പൊ കാശ് വേണമെന്ന് ചോദിച്ചാൽ അവർ പറയാ വേണ്ട. കാശ് വേണം, നല്ല കാറ് വേണോ വേണം, കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കണോ വേണം, നല്ല വീട് വേണോ വേണം, കുറെ കാശ് ബാങ്കിൽ വേണോ വേണം, എല്ലാം വേണം. പണിയെടുക്കാനോ അത് പറ്റും. പ്രശ്നങ്ങൾ വന്നാലോ ഓടിപ്പോകും. പ്രശ്നങ്ങൾ വന്നാൽ പിന്നെ ആ ഭാഗത്ത് കാണില്ല, കംപ്ലീറ്റ് നെഗറ്റീവായി പിന്നെ വിട്ടുപോയി. പക്ഷെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അറിയാം ഇത് സക്സസ് ആവാനുള്ള ഒരു പ്രോസസ്സാണ്, സക്സസ് ആവാനുള്ള ഒരു പ്രോസസ്സാണിത് എന്ന് മനസ്സിലാക്കി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എന്നും പേഴ്സിസ്റ്റന്റ് ആയിട്ട്, എന്നും കൺസിസ്റ്റന്റ് ആയിട്ട് അടുത്ത കുറേ വർഷങ്ങളോളം നിന്ന് ഈ ചലഞ്ചസിനെ എല്ലാം ഫേസ് ചെയ്ത് അദ്ദേഹം റോയൽറ്റി ആയിട്ടും ടെക്നിക്കലായിട്ടും ടെക്നിക്കലി പേൾ ആയിട്ടും സ്റ്റാർ പേൾ ആയിട്ടും കോർ ലീഡേഴ്സ് ആയിട്ടും ഡയമണ്ടും ആയിട്ട് മാറും. സോ യുവർ പെർസിസ്റ്റൻസ്. 4 STP ആണ്. ഒന്ന്, കീപ് സീയിങ് ദ പീപ്പിൾ. എല്ലാ ദിവസവും ആളുകളെ കാണാം, സീ ദ പീപ്പിൾ. രണ്ടാമത്തത്, ഷെയർ ദ പ്രോഡക്ട്സ്. ഇത് ഈ ഓർഡർ തെറ്റിക്കാൻ പാടില്ല. കാണുന്ന ആളുകളെ ആദ്യം തന്നെ പിടിച്ച് കയറ്റി അവർക്ക് പ്രോഡക്റ്റ് കൊടുക്കുക. 1 പ്രാവശ്യം കൊടുക്കുക, 2 പ്രാവശ്യം കൊടുക്കുക, 3 പ്രാവശ്യം കൊടുക്കുക, 4 പ്രാവശ്യം കൊടുക്കുക. ചില ആളുകൾക്കൊന്നും 1 പ്രാവശ്യം കൊടുത്താലൊന്നും ആവശ്യം മനസ്സിലാവില്ല. 2 പ്രാവശ്യം കൊടുക്കുക, 3 പ്രാവശ്യം കൊടുക്കുക. അയാൾ ചോദിക്കട്ടെ, എനിക്ക് ആവശ്യമില്ല ഒരു അവസരം തരൂ, അന്ന് ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി. മൂന്നാമത്തത്, സ്പോൺസർ ദ പ്രോസ്പെക്ട്. കറക്റ്റ് ആയിട്ട് മാർക്കറ്റിംഗ് പ്ലാൻ. അങ്ങനെ സ്പോൺസർ ചെയ്ത് ജോയിൻ ചെയ്യുന്ന ആളെ അവരെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുക, ട്രെയിനിങ്ങിലേക്ക് കണക്ട് ചെയ്യുക, അവരെ അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു പ്ലാൻ. നിങ്ങൾക്ക് ഈ മാസം ഏത് ലെവലിൽ വരണം, നിങ്ങൾക്ക് ബിഗിനറിൽ വരണോ, സ്റ്റാർട്ടറിൽ വരണോ, ഡയമണ്ട് ക്ലബ് 5000 PV ആണോ ഈ മാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഏത് പ്രോഡക്റ്റിൽ എങ്ങനെ ചെയ്യും, അതിനാണ് പ്ലാനിങ്. പെർസിസ്റ്റൻസി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ യു ഷുഡ് ഹാവ് എ ക്ലിയർ ബിസിനസ് പ്ലാൻ. ഇതെല്ലാം ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. RCM ഒരു വലിയ കടലാണെന്ന് എന്നും ബാബു സർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. RCM ഒരു വലിയ കടലാണ്. ആ കടലിൽ നമുക്ക് കിട്ടാത്തതൊന്നുമില്ല. ചില ആളുകൾ കടലിന്റെ മേലെ കൂടി ഇങ്ങനെ നീന്തി നടക്കും. മേലെ കൂടി നീന്തി നടന്നിട്ടുണ്ടെങ്കിൽ അടിയിൽ കൂടി സ്രാവ് വന്ന് കടിച്ച് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മുത്തുപൊക്കണം. അങ്ങനെ കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് ആവശ്യം. വീട്ടിന്റെ അടുത്തുള്ള കുളത്തിൽ ചാടി നീന്താൻ പരിചയമുള്ള ആ പരിചയം വെച്ച് കടലിൽ പോയി ചാടാൻ നിൽക്കണ്ട കേട്ടോ. വീട്ടിന്റെ അടുത്തുള്ള കുളത്തിൽ പോയി ചാടി നീന്തിയ പരിചയം കൊണ്ട് കടലിൽ പോയി നീന്താൻ പറ്റില്ല. കടലിൽ നീന്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എക്സ്പെർട്ടൈസ്, അതിൻ്റെതായിട്ടുള്ള സ്കിൽ നമുക്ക് ആവശ്യമാണ്. RCM ബാബു സർ എന്നും പറയാറുണ്ട് ഒരു കടലാണെന്ന്. ഈ കടലിലേക്ക് അടുത്ത കുളത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ തുക്കട നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഞാൻ ചെയ്തിട്ടുണ്ട് സാർ. ഞാൻ കഴിഞ്ഞ 10 വർഷം 15 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത് അതെല്ലാം ചെറിയ കുളങ്ങളായിരുന്നു. ആ കുളത്തിലെ നീന്തൽ പ്രാക്ടീസ് കൊണ്ടൊന്നും RCM എന്ന് പറയുന്ന കടലിൽ നീന്താമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ഇതിന് ട്രെയിനിങ് എല്ലാം അറ്റൻഡ് ചെയ്യണം. പക്ഷേ മനസ്സിലാക്കി നീന്താൻ തുടങ്ങിയാൽ ഈ കടലിന് വലിയ ആഴങ്ങളാണുള്ളത്. ആഴങ്ങളിലേക്കൊക്കെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മുത്ത് നമുക്ക് ഇങ്ങനെ വാരിയെടുക്കാം. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു ബോക്സ്.